വളരെ എളുപ്പമുള്ള ഉത്തരം. വലത്തെ തലച്ചോറ് വൈകാരിക തലച്ചോറാണ്. വലത്തെ തലച്ചോറാണ് ഒരു മനുഷ്യന് നിറങ്ങൾ കണ്ടെത്താൻ, തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇടത്തെ തലച്ചോറ് അവനെ എഴുതാനും എഴുതിയിരിക്കുന്നത് വായിക്കാനും സഹായിക്കുന്നു. ഇടത്തെ തലച്ചോറ് എഴുതിയിരിക്കുന്നത് വായിക്കാൻ സഹായിക്കുന്നു. വലത്തെ തലച്ചോറ് എന്തു നിറത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കാൻ സഹായിക്കുന്നു. രണ്ടു പണിയും ഒരേ സമയം നടക്കില്ല. ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. രണ്ട് ബ്രെയിനും ഒരുപോലെ ഒരേ സമയം ചില കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ രണ്ട് തലച്ചോറിനും ഒരേ സമയം പറ്റുന്നില്ല. വലത്തെ തലച്ചോറ് നിറങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇടത്തെ തലച്ചോറ് അക്ഷരങ്ങളെ വായിക്കുവാൻ, കൂട്ടി വായിക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ വലത്തെ തലച്ചോറ് വൈകാരികമാണ് എന്ന് പറയുമ്പോൾ അത് സ്വാധീനിക്കുന്ന വിഷയങ്ങൾ സ്നേഹം, പ്രേമം, ദേഷ്യം, സഹതാപം, സഹാനുഭൂതി, അനുകമ്പ എന്നിത്യാദി വിഷയങ്ങളൊക്കെ വലത്തെ തലച്ചോറിന്റെ പണിയാണ്. ഇടത്തെ തലച്ചോറാണെങ്കിലോ അത് ഒരല്പം ബുദ്ധിപരമായ ബ്രെയിനാണ്, തലച്ചോറാണ്. അറ്റൻഷൻ, ഏകാഗ്രത, മെമ്മറി, ഓർമ്മശക്തി, കാൽക്കുലേഷൻസ്, ഗണിതപരമായ വിഷയങ്ങൾ, ഇന്റലിജൻസ്, ബുദ്ധി എന്നിത്യാദിയുള്ള കാര്യങ്ങളൊക്കെ ഇടത്തെ തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. വലത്തെ തലച്ചോറിൽ വൈകാരികമായ സ്നേഹവും പ്രേമവും സഹതാപവും ദേഷ്യവും അനുകമ്പയും ഒക്കെയാണ് വലത്തെ തലച്ചോറ് നിയന്ത്രിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ കൊണ്ട് വലത്തെ തലച്ചോർ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുന്നു. ഇടത്തെ തലച്ചോർ സ്വാധീനിക്കപ്പെടുന്നതോ അറ്റൻഷൻ, മെമ്മറി, ഓർമ്മശക്തി, ഏകാഗ്രത, ബുദ്ധി, ഗണിതപരമായ വിഷയങ്ങൾ, ഇതൊക്കെ ഇടത്തെ തലച്ചോറിന്റെ പണിയാണ്. ഇത് രണ്ടും നാം ഒന്ന് കൂട്ടി വായിച്ചാൽ ഈ രണ്ട് പോയിന്റും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വികസിച്ചിരിക്കുന്ന തലച്ചോറ് അഥവാ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന തലച്ചോറ് വലത്തെ തലച്ചോറാണോ ഇടത്തെ തലച്ചോറാണോ? നമ്മുടെ കുട്ടികൾ ഇന്ന് വഴിതെറ്റി പോവാണ്. വലത്തെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മണ്ഡലങ്ങളായ സ്നേഹവും പ്രേമവും ദേഷ്യവും സഹാനുഭൂതിയും സഹതാപവും ഒക്കെ കൂടി വന്നിട്ട് ബുദ്ധിപരമായി ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കി വലത്തെ തലച്ചോറിനെ വികസിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ മക്കൾ. ഇത് രണ്ട് തലച്ചോറും നമുക്ക് ആവശ്യമാണ്. ഒന്നൊന്നിനേക്കാൾ മെച്ചമാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ എന്തായാലും പറ്റില്ല. പക്ഷേ ഒന്നൊന്നിനേക്കാൾ ഒരുപാട് വികസിച്ചിരിക്കുകയും മറ്റേതിനേക്കാൾ ഒരുപാട് താന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് വലത്തെ തലച്ചോറ് നന്നായിട്ട് വികസിച്ച ഒരാളാണ്, അഥവാ വലത്തെ തലച്ചോറിലാണ് കൂടുതൽ ഫംഗ്ഷൻ ഉള്ളത് ആ വ്യക്തിക്ക് എങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹവും അനുകമ്പയും ദേഷ്യവും സഹതാപവും ഒക്കെ കൂടുതലായിരിക്കും. ആ വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് മുഴുവനും കൊടുത്ത് ചിലപ്പോൾ സഹായിച്ചിരിക്കും. അല്ലാത്ത അനുകമ്പയാണ്, സഹതാപമാണ്. ഇടത്തെ തലച്ചോറ് വികസിച്ചിട്ടുള്ള ആള് എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രത്യേക ധർമ്മപരമായ വിഷയങ്ങളിൽ ഇടത്തെ തലച്ചോറിന് കൂടുതൽ സ്വാധീനമുള്ള ആൾ എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തരണം എന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാലോ അയാൾക്ക് സഹാനുഭൂതി വളരെ കുറവായിരിക്കും. ഉടൻ തന്നെ ആരാ, എന്താ, എവിടെന്നാ വന്നത്, പേരും ഊരും നാടും ജാതകവും ഒക്കെ ചോദിച്ച ശേഷമായിരിക്കും 5 രൂപ കൊടുക്കുള്ളൂ. അങ്ങനെയും ആകാൻ പറ്റില്ല. രണ്ടിനും ഇടയിലുള്ളൊരു മധ്യവർത്തിയായിക്കൊണ്ട് മനുഷ്യന് നിൽക്കാൻ പറ്റണം. വലത്തെ തലച്ചോർ ഒരുപാട് വികസിക്കാൻ പാടില്ല. എന്നാൽ വലത്തെ തലച്ചോർ സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങളെ ബുദ്ധിപരമായി അളന്നിട്ട് ഏതാണ് എനിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തീരുമാനിക്കുവാനുള്ള ബുദ്ധി നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം. അങ്ങനെ അങ്ങ് ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, TV കാണാനായി ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ ആ വ്യക്തി ഒരു പ്രത്യേക റിലാക്സേഷനിലാണ്, ടെൻഷൻ ഫ്രീ അവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ടിവിയുടെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് സെറ്റിയിൽ വന്നിരുന്ന് റിമോട്ട് കൺട്രോളും എടുത്തിട്ട് ഒന്നങ്ങ് ഞെക്കി TV ഇങ്ങനെ ഓണായി തെളിഞ്ഞു വരുന്ന സാഹചര്യം ഒരു പ്രത്യേക സുഖമല്ലേ? ഒരു റിലാക്സേഷനാണ്. ശാസ്ത്രം പഠിപ്പിക്കുന്നു ആൽഫ വേവുകളാണ് അപ്പോൾ തലച്ചോറിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നത്. തലച്ചോറിൽ നിന്നും അപ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ബ്രെയിൻ വേവ്സ് ആൽഫ വേവുകളാണ്, റിലാക്സേഷന്റെ വേവുകളാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ, ലൂസിഡ് ആയിട്ടുള്ള അവസ്ഥ, തിങ്കിങ് അഥവാ ചിന്തകൾ കുറഞ്ഞ് ആസ്വാദനത്തിലേക്ക് കടക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് ആ സമയത്ത് ഒരു മനുഷ്യനുള്ളത്. ഗൗരവപരമായ ചിന്തയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ബ്രെയിൻ വേവ്സ് അത് ബീറ്റ വേവുകളാണ്. വളരെ അടുത്ത ഫ്രീക്വൻസി വളരെ കൂടുതലുള്ള ബീറ്റ വേവുകളാണ്. ഗൗരവപരമായ ചർച്ചകൾ, ചിന്തകൾ ചിന്തിക്കുമ്പോൾ ബീറ്റ വേവ്, ആസ്വദിക്കുമ്പോൾ ആൽഫ വേവ്സ്. പിന്നെ തീറ്റ വേവ്, ഉറങ്ങുകയാണ്, സ്വപ്നം കണ്ടുറങ്ങുന്ന അവസ്ഥയാണ് തീറ്റ വേവുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. തീറ്റ. പിന്നെ അങ്ങോട്ടും അടുത്തൊരു പ്രത്യേക തരത്തിലുള്ള വേവാണ് ഡെൽറ്റ. ഡെൽറ്റ വേവ് ആണെങ്കിൽ സ്വപ്നം പോലും കാണാതെ ഗാഢനിദ്രയിൽ ഉറങ്ങുന്ന അവസ്ഥയാണെന്ന് ശാസ്ത്രകാരന്മാർ പഠിപ്പിക്കുന്നു. സ്വപ്നം പോലും കാണാതെയുള്ള ഉറക്കമാണ് ഡെൽറ്റ വേവ്സ്, ഡീപ് സ്ലീപ്പ്, ഗാഢനിദ്ര എന്നൊക്കെ പറയാം. എന്നിങ്ങനെ 4 തരത്തിലാണ് ബ്രെയിൻ വേവുകൾ, തലച്ചോറിന്റെ തരംഗങ്ങൾ. ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ. ആൽഫ വേവ് റിലാക്സേഷൻ ആണ്. TV കാണാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് റിലാക്സ് ചെയ്യപ്പെടുകയാണ്.
ടെൻഷൻ ഫ്രീ ആവാണ്. ഈ ആൽഫ വേവ്സിന്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൽഫ വേവ്സ് ഈ കാണുന്നതാണ്. TV കാണുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തരംഗങ്ങളുടെ പ്രത്യേകത എങ്കിൽ അടുത്തതായി നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ, ഒരു സൈക്കോളജിസ്റ്റോ മൈൻഡ് പവർ ട്രെയിനറോ ഒരു മനുഷ്യനെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ആ മനുഷ്യനിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന തരംഗങ്ങൾ അത് ആൽഫ തരംഗങ്ങളാണ്. TV കാണുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന അതേ തരംഗങ്ങളാണ് ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യനിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന തരംഗങ്ങൾ. റിലാക്സേഷനിലാണ് ആ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള ആ മനുഷ്യനിൽ ഹിപ്നോട്ടിസ്റ്റ് കൊടുക്കുന്ന സജഷൻസ്, അഭിപ്രായങ്ങൾ ആ മനുഷ്യൻ ഉൾക്കൊള്ളാണ്. ശരീരം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുകയാണ്. ശരീരത്തിന്റെ ഭാരം വളരെ കുറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെവലിലേക്ക് അവന്റെ മനസ്സെത്തുന്നു, ശരീരവും അതിനോട് പ്രതികരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ്, സജഷൻസിനെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഏതാണ്ടൊരു തരത്തിൽ ഹിപ്നോട്ടിസം. ഈ ഹിപ്നോട്ടിക് അവസ്ഥയിൽ സജഷൻസ് സ്വീകരിക്കപ്പെടുന്നു, അതിന്റെ തരംഗങ്ങളായ ആൽഫ വേവുകൾ ഉത്പാദിപ്പിക്കുന്നു എങ്കിൽ TV കാണുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു. അഥവാ TVയിൽ കാണുന്ന സാധനങ്ങൾ നമ്മോട് സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ലത് ഇതാണ്, ഈ ബൈക്കാണ് ഏറ്റവും നല്ലത്, സൗന്ദര്യം ഉണ്ടാവാൻ ഈ സോപ്പിട്ട് കുളിച്ചാൽ മതി, അതെന്റെ സോപ്പ്, അത് കുളിക്കുന്ന ആൾ ഞാനാണ്, ആ ബൈക്ക് ഓടിക്കുന്ന ആൾ ഞാനാണ്, ബൈക്കിന്റെ പുറകിലിരിക്കുന്ന ആൾ ഞാനാണ് എന്നിത്യാദിയുള്ള ചിന്തകളൊക്കെ ആണിനും പെണ്ണിനും ഒക്കെ മാറി മാറി വരാണ്. പറയുന്നത് മുഴുവൻ ഉൾക്കൊള്ളാണ്, ആൽഫ വേവ്സിലാണ്. കേൾക്കുന്നത് മുഴുവനും ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, എനിക്കുള്ളതാണെന്ന തോന്നൽ അവരിൽ ഉണ്ടാവുന്നു. അഥവാ TV കാണൽ ഒരു സജസ്റ്റീവ് ഹിപ്നോട്ടിസമാണ്. TV കാണൽ എന്നാൽ അത് അതുപോലെ ഉൾക്കൊള്ളലാണ്, ജീവിതത്തിൽ ഞാനാണെന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നും ഒക്കെയുള്ള തോന്നലുണ്ടാവുകയാണ്. വഴിതെറ്റാൻ മറ്റെന്തെങ്കിലും വേണോ? കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് പതിഞ്ഞങ്ങ് കയറുകയാണ്. അവന്റെ വലത്തെ തലച്ചോറ് കൂടുതൽ വികസിക്കുവാൻ ഈ കാണുന്ന ആസ്വാദനത്തിന്റെ കാര്യങ്ങളൊക്കെ കാരണമാകുന്നുണ്ട്. ബുദ്ധിപരമായ തലച്ചോറിനെ വികസിപ്പിക്കേണ്ട സാധനങ്ങൾ എത്ര ശതമാനമുണ്ട് നിങ്ങളുടെ TVയിൽ? നാം ഒന്ന് ചിന്തിക്കണം. ക്വിസ് പ്രോഗ്രാമുകൾ, ന്യൂസുകൾ, ഡോക്യുമെന്ററികൾ, ഇതൊക്കെ കാണാൻ നമുക്ക് സമയമുണ്ടോ? ഇതൊക്കെ കാണിക്കാൻ നാം തയ്യാറാവുന്നുണ്ടോ? അഥവാ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തയ്യാറാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂർ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ 15 മിനിറ്റും പരസ്യമാണ്. ആ 15 മിനിറ്റിലെ പരസ്യത്തിനിടയിൽ അത് കണ്ടാൽ തന്നെ മതി ജീവിതം തന്നെ ബുദ്ധിമുട്ടിലേക്ക് മാറാൻ, ചിന്തകൾ വ്യതിചലിക്കാൻ. ഇതൊക്കെ ധാരാളമല്ലേ? അതുകൊണ്ട് 99% വിശുദ്ധ ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹറാമും 1% ഹലാലായ ഗുണകരമായ ഹൈറായ വിഷയങ്ങളും ഉള്ള ഒരു സംഭവം. അതിൽ ആ 1% ഹൈറാണെങ്കിൽ 99% ഹൈറില്ലാത്തതാണ്, ഷർറാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാലോ പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞ ന്യൂസും ഡോക്യുമെന്ററീസും ക്വിസ് പ്രോഗ്രാംസും ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ മറ്റു ചില മാർഗങ്ങളുണ്ട്, അത് ഉപയോഗിക്കലാണ് നല്ലത്. ഗുണകരമായ രീതിയിലേക്ക് പോകുമ്പോൾ അനുവദനീയം, ദോഷകരമാകുമെന്ന് കണ്ടാലോ അത് ഹറാമ് തന്നെയാണ്. ആ വാക്കുകൾ ശാസ്ത്രീയമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാനസിക വ്യക്തിത്വത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തതായി എനിക്ക് സംസാരിക്കാനുള്ള പോയിന്റ് അത് കുടുംബത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ആ വിഷയങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടികളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാവുക എന്നിത്യാദിയുള്ള കാര്യങ്ങൾ നിർബന്ധമായി നാം ചർച്ച ചെയ്യണം. മാനസിക വ്യക്തിത്വത്തിലെ 4ാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പിരിമുറുക്കങ്ങളിൽ ഒരിക്കലും പ്രകോപിതരാകാതിരിക്കുക. പിരിമുറുക്കങ്ങൾ എത്ര ഉണ്ടായാലും പ്രകോപിതരാകരുത്. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിനിടയിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. എത്ര പിരിമുറുക്കമുണ്ടെങ്കിലും പ്രകോപിതരാവരുത്. കുട്ടികൾ ഇല്ലാത്തപ്പോൾ എന്തുമാവാം, ആകാവുന്ന ഒരു പരിധിയുണ്ട്, പരിധിക്ക് പുറത്തേക്ക് എന്തുമാകാം. കുട്ടികൾ നിൽക്കുമ്പോൾ ഒരു അല്പം കൂടി സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു മനുഷ്യന് തഖ്വ, സൂക്ഷ്മത ഒരല്പം കൂടുതൽ വേണ്ടത് കുട്ടി അടുത്തിരിക്കുമ്പോഴാണ്. കുട്ടി അടുത്തിരിക്കുമ്പോൾ ഒരല്പം കൂടി സൂക്ഷ്മത വേണം. സംസാരിക്കുന്ന ഭാഷയിൽ വേണം, പെരുമാറുന്ന രീതിയിൽ വേണം, ഇടപെടുന്ന മേഖലകളിൽ വേണം, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ വേണം, എല്ലാത്തിലും വേണം. കുട്ടി കാണുന്നുണ്ടെന്നുള്ള വിചാരം നമുക്ക് വേണം. പിരിമുറുക്കങ്ങളിൽ ഒരിക്കലും പ്രകോപിതരാകരുത്. ഉദാഹരണം, കുട്ടിയുടെ മുന്നിൽ വെച്ച് അമിത ആഹ്ലാദം പ്രകടിപ്പിക്കാതിരിക്കുക, കുട്ടിയുടെ മുന്നിൽ വെച്ച് അമിത ഭയം പ്രകടിപ്പിക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഒരു ഗൗരവപരമായ ഒരു വിഷയം വീട്ടിലോ വീടിനടുത്തോ സംഭവിച്ചു. ഞാനിപ്പോ വളരെ അടുത്ത സമയത്ത് കേട്ടൊരു സംഭവമാണ്. നാട്ടിലൊക്കെ ഒരു പ്രത്യേക മനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നു, ബ്ലാക്ക് മാൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ നാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് അത്രേ. ശരീരമാസകലം കരിയോയിലൊക്കെ വാരി തേച്ചിട്ട് ഇയാൾ ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങും അത്രേ. ഇയാളുടെ രൂപം കാണുമ്പോൾ തന്നെ ആളുകൾ അങ്ങ് പേടിച്ചു. പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാലോ ശരീരം മുഴുവൻ കരിയോയിലല്ലേ, പിടിച്ചാൽ കിട്ടൂല, തെന്നിപ്പോവാണ്. അങ്ങനെ ലോകം മുഴുവനും നടന്ന്, നാട് മുഴുവനും നടന്ന് ആളുകളെ ഫസാദാക്കുകയാണ് ഇങ്ങനൊരു മനുഷ്യൻ. പേടിപ്പിക്കുകയാണ്, ഇടങ്കേറുണ്ടാക്കുകയാണ്.
അതിനിടയിൽ കേൾക്കുന്നു, എയ്ഡ്സ് ബാധിച്ച രോഗികളുടെ രക്തം സിറിഞ്ചിൽ കളക്ട് ചെയ്തിട്ട് വീടുകളിൽ കയറി ഇറങ്ങി കിട്ടുന്ന ആൾക്കിട്ടത് കുത്തിവെക്കുകയാണ്. എയ്ഡ്സ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ട് ആളെ നശിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ അക്രമകാരികളായ ആളുകൾ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, പണ്ട് കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം സന്ധ്യയായി കഴിഞ്ഞാൽ മഗ്‌രിബിന്റെ സമയത്തൊക്കെ വീടുകളിൽ നിന്നും കുട്ടികളൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ദിക്റുകൾ കേൾക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുകൾ ഇങ്ങനെ ചൊല്ലാണ്, അള്ളാഹിന്റെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് യാസീനോദാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വളരെ സൂക്ഷ്മതയോടെ യാസീനോത്തും ബദരിയത്തും ബദർമാലയും മൗലിദുകളും വിശുദ്ധ ഖുർആൻ പാരായണവും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ബദരീങ്ങളുടെ കാവൽ വീടിനുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ പൂർവ്വസൂരികൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാരണവന്മാരുടെ ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പ്രായമേറിയ പലർക്കും ഇതൊക്കെ അനുഭവമാണ് ചെറുപ്പകാലഘട്ടങ്ങളിൽ. ഇതൊക്കെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായതോടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ബ്ലാക്ക് മാനായും വൈറ്റ് മാനായും പല കോലത്തിലൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. പാരമ്പര്യത്തിലേക്ക് മടങ്ങേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ ജീവിതത്തിന് ദോഷമുണ്ടാകും, സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും ബാധിക്കുമെന്ന് കാണുമ്പോഴെങ്കിലും നാം ഒന്ന് തിരിച്ചു ചിന്തിക്കാൻ തയ്യാറാവണം. അള്ളാഹു എല്ലാ തരത്തിലുള്ള ഷെറുകളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. രാത്രി ഒരു 10 മണിക്ക് വീട്ടിൽ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഉമ്മ പെട്ടെന്ന് അവിടെ എന്തോ ഒരു അനക്കം കേട്ടപ്പോൾ ഭർത്താവിനെ വിളിക്കുകയാണ്. നിങ്ങളെങ്കിൽ വന്നത് ഇവിടെ എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട്, ബ്ലാക്ക് മാൻ ആണെന്ന് തോന്നുന്നത് എന്ന് പറയുമ്പോ ഇതിങ്ങനെ പറഞ്ഞ് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി വന്ന അദ്ദേഹം പുറകിൽ നിന്നിട്ട് എവിടെയാണെന്ന് നോക്കുമ്പോൾ ഭാര്യ ഇന്ന സ്ഥലത്താണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഭാര്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണൂല. ഉപരി പിന്നെ നോക്കുമ്പോൾ നേരെ കട്ടിനടി പോയി ഒളിച്ചിരിക്കുകയും കുട്ടി ഇത് കാണാണ്. വാപ്പ പേടിച്ച് അരണ്ട് ഒരു കട്ടിനടിയിൽ പോയി ഒളിച്ചിരിക്കുന്ന രംഗം. വാപ്പാക്ക് പേടിയുള്ള സാധനമാണ് ഇന്ന സാധനം. വാപ്പ എന്നെ പേടിക്കണ്ടെങ്കിൽ ഞാനും തുറം പേടിക്കണം. വാപ്പാക്കുള്ള പേടി ഉമ്മാക്ക് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നേതൃസ്ഥാനം ഉമ്മാക്ക് കിട്ടുന്നതായി കുട്ടി മനസ്സിലാക്കുകയും പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും പുരുഷൻ സ്ത്രീകൾക്ക് മേൽ അധികാരം നൽകപ്പെട്ടവനാണെന്നുള്ള വിഷയം അതിന് നേരെ വിപരീതമായി സ്ത്രീ പുരുഷന് മേൽ കയറുന്ന അവസ്ഥയിലേക്ക് സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. നാം വീട്ടിൽ കാണിച്ചു വെക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്നുണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങളൊക്കെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത്. എന്നിടത്തൊക്കെ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരണം. മറിച്ച് ധൈര്യസമേതം ഇറങ്ങേണ്ടിടത്ത് പിതാവ് കുട്ടികൾ കാണുമ്പോൾ ഒരല്പം കൂടി ധൈര്യം കാണിക്കണം. സന്തോഷം ഒരുപാടായി അമിതമായി കാണിച്ചുകൊണ്ട് കുട്ടികളെയും ആ ലെവലിലേക്ക് എത്തിക്കാൻ പാടില്ല. മിതത്വം വേണം, ധൈര്യം കാണിക്കണം, പേടി ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കരുത്, സുരക്ഷിതത്വ ബോധം കുട്ടികളിൽ നഷ്ടപ്പെടും എന്നിത്യാദിയുള്ള വിഷയങ്ങളൊക്കെ ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കണം. പിന്നെ സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള പിരിമുറുക്കങ്ങളിൽ പെടുത്തിക്കൊണ്ട് ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗമായ വിനിമയാപഗ്രഥന ശാസ്ത്രം, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നൊരു ശാസ്ത്രശാഖയുണ്ട്. ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് അഥവാ TA വിനിമയാപഗ്രഥന ശാസ്ത്രം വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ലോകത്തുള്ള മനുഷ്യരൊക്കെ 3 ഗണത്തിൽ മാത്രം പെടുത്താവുന്നവ ആണ് എന്നാണ് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള മനുഷ്യരൊക്കെ 3 വിഭാഗത്തിൽ പെടുത്താവുന്നവരാണ്. നാമൊക്കെ ചില വിഷയങ്ങളോട് ഇടപെടുമ്പോൾ ഈ പറയപ്പെടുന്ന ഇനി ഞാനങ്ങ് പറയാൻ പോകുന്ന 3 വിഭാഗങ്ങളിൽ പെടുത്തിക്കൊണ്ടുള്ള ചില പെരുമാറ്റങ്ങൾ നാം കാണിക്കാറുണ്ട്. ഒരു പ്രത്യേക വിഷയം ഉണ്ടാകുമ്പോൾ നാം ഇടപെടുന്ന രീതി വെച്ചുകൊണ്ട്, ആ പ്രവർത്തനം വെച്ചുകൊണ്ട്, നമ്മുടെ മനോഭാവം വെച്ചുകൊണ്ട് 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമതായി ചില വിഷയങ്ങളോട് നാം പ്രതികരിക്കുന്നത് വലിയ പിതൃഭാവത്തിലാണ്. പിതൃഭാവം, പാരന്റ് ഈഗോ സ്റ്റേജ്. രണ്ടാമതായി പക്വഭാവത്തിൽ ഇടപെടാറുണ്ട്, അഡൾട്ട് ഈഗോ സ്റ്റേജ്. മൂന്നാമതായി നാം ഇടപെടുന്നു ശിശുഭാവം, ചൈൽഡ് ഈഗോ സ്റ്റേജ്. ഈ 3 ഭാവങ്ങളിൽ നാം പല വിഷയങ്ങളോടും ഇടപെടാറുണ്ട്. ഉദാഹരണത്തിന് കൊച്ചുകുട്ടിയോട് ഇടപെടുമ്പോൾ കൊച്ചുകുട്ടിയോട് അതേ രീതിയിൽ സംസാരിക്കാറുണ്ട്. കുട്ടിയോട് കവളയൊക്കെ പിടിച്ച് മോനെ തേനെ പാല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കുട്ടിയുടെ അതേ സ്റ്റൈലിൽ ഇടപെടാണ്. പക്വഭാവം വളരെ ഗൗരവപരമായ ചർച്ചയിലായിരിക്കുമ്പോൾ നാം പക്വഭാവത്തിലൊക്കെ ഇടപെടും. പിതൃഭാവം, എന്തിനാ അവിടെ പോയത്, ഞാൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞാലേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, അതെന്തിനാ എടുത്ത് കഴിച്ചത് എന്നിത്യാദിയുള്ള ഗൗരവപരമായ ചോദ്യങ്ങൾ അതീശ ശക്തിയോടെ ചോദിക്കുന്ന ചില രംഗങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പിതൃഭാവം. എങ്ങനെ ഈ 3 ഭാവത്തിലാണ് നാം ഇടപെടാറുള്ളത് എന്ന വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ പറ്റും എന്നങ്ങ് ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ 3 ഭാവങ്ങളും, നിങ്ങളിപ്പോൾ കാണുന്ന ഈ 3 ഭാവങ്ങളും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ, വിവിധ ആളുകളിൽ, വിവിധ തരത്തിൽ വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. ശിശുഭാവം ഉദാഹരണമായി എടുക്കാം. ഒരു കുട്ടി, ആ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കാണുകയാണ്.
ഉദാഹരണം പറഞ്ഞാൽ, ഒരു ലോറി വന്ന് ഒരു കാറിന്റെ പുറകിൽ ഇടിക്കുകയാണ്. ഒരു ലോറി വന്നൊരു കാറിന്റെ പുറകിൽ ഇടിച്ചിട്ട് കാറ് ഒന്ന് കറങ്ങി ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വന്നിരുന്ന ഒരു ബൈക്കിൽ തട്ടി ആ ബൈക്കുകാരൻ തെറിച്ച് വേറൊരു സ്ഥലത്ത് വീണ് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കുട്ടി നേരിട്ടത് കാണുകയാണ്. ഈ കാഴ്ചയും കണ്ടുകൊണ്ട് സ്കൂളിലേക്ക് പോയ കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടുകാരെ കാണുമ്പോൾ ആദ്യം തന്നെ ഈ വിഷയം കുട്ടി ഇത് അവതരിപ്പിക്കുന്ന രീതി എന്തായിരിക്കും? വിഷമിച്ചുകൊണ്ടാകുമെന്ന് ഒരു ധാരണയും മുന്നിലിരിക്കുന്ന ആൾക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടി വലിയ സന്തോഷത്തിലായിരിക്കും. എങ്ങനെയാ, ഞാനൊന്നൊരു ആക്സിഡന്റ് കണ്ടു, അടിപൊളി ആക്സിഡന്റ് ആയിരുന്നു, സെറ്റപ്പ് ആയിരുന്നു, ഗംഭീരം ആക്സിഡന്റ് ആയിരുന്നു, കിഡിലൻ ആക്സിഡന്റ് ആയിരുന്നു, എന്തൊക്കെ നാടൻ പ്രയോഗങ്ങൾ, സ്റ്റൈലൻ പ്രയോഗങ്ങൾ ഉണ്ടോ ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ഇതിനെ, ഈ കുട്ടി ഇതിനെ വിവരിച്ചു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അഥവാ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വീണ് കിടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ടൊന്നും ഈ കുട്ടി അറിയുന്നില്ല. വണ്ടി ഇടിച്ചവന്റെ ബുദ്ധിമുട്ടും ഇടികൊണ്ടവന്റെ ബുദ്ധിമുട്ടും കുട്ടിക്ക് പ്രശ്നമല്ല. ഇത് കണ്ടപ്പോഴുണ്ടായിട്ടുള്ള ഒരു അടിപൊളി തരികിട സംഭവം അവൻ അവന്റേതായിട്ടുള്ള ഭാഷയിൽ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അഥവാ അവൻ ശിശുഭാവത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. കുറച്ചുകൂടി ഗൗരവപരമായ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലോ, ആ ലോറിക്കാരൻ അതിന്റെ മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ, ലോറിയുടെ മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ തെറിച്ച് വീട് കിടക്കുന്ന ആളെ രക്ഷിക്കുന്നതിന് പകരം ഓടി ലോറിക്കാരനെ പിടിച്ച് നിലത്തേക്ക് ഇറക്കിയിട്ട് 4 ഇടി ഇടിച്ച് അവൻ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയിലാക്കി എടുക്കും. പിതൃഭാവത്തിലുള്ള ആൾക്കാരാണ്. പിതൃഭാവം. ആരാണ് നിനക്ക് ലൈസൻസ് തന്നത്? എവിടെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്? നമുക്കൊന്നും ഇതേവരെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടില്ല എന്നുള്ള മട്ടിൽ ചില ആളുകൾ അവിടെ ഇടപെടാറുണ്ട്. പിതൃഭാവത്തിലാണ്. പക്വഭാവത്തിലുള്ള ആളുകൾ, അഡൽട്ട് ഈഗോ സ്റ്റേജിലുള്ളവർ ചെയ്യുന്നതോ ആദ്യം ഈ വ്യക്തിയെ രക്ഷിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യും. ലോറിക്കാരനുണ്ടെങ്കിൽ അയാളെ പിടിച്ചു നിർത്തിക്കോ, പോലീസിൽ അറിയിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഇടയ്ക്കുള്ള വിഷയങ്ങളൊക്കെ അയാൾ ഇടപെട്ട് പരിഹരിക്കുക. ഇതാണ് പക്വഭാവത്തിലുള്ള ആളുകൾ ചെയ്യാറുള്ളത്. ഒരൊറ്റ വിഷയത്തോട് പല ആളുകൾ പ്രതികരിച്ചത് പല രീതിയിലാണ്. അതിൽ പ്രധാനപ്പെട്ട 3 രീതി നമുക്കിവിടെ കാണാൻ പറ്റി: ശിശുഭാവവും, പക്വഭാവവും, പിതൃഭാവവും. ഇങ്ങനെ പല വിഷയങ്ങളോടും നാം പ്രതികരിക്കുന്നത് പല തരത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ, 3 ഭാവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഈ 3 ഭാവങ്ങൾ കൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ചർച്ച ഞാനിവിടെ നടത്തുകയാണ്. ഈ ഒരു ചർച്ച തീരുന്നതോടെ സുന്ദരമായി നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മാതാപിതാക്കളുമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഇണയുമായി, ഭാര്യയുമായി, ഭർത്താവുമായി പരസ്പരം ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഞാൻ എന്റെ മക്കളുമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഞാൻ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്റെ മേലധികാരിയോ കീഴ് ജീവനക്കാരോ ആയിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ, മഹലിലെ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടുള്ള വിഷയങ്ങൾ, മഹലിലെ മറ്റിതര മെമ്പേഴ്സും കമ്മിറ്റിക്കാരും തമ്മിലുള്ള വിഷയങ്ങൾ, എന്തെടുത്ത് പരിശോധിച്ചാലും ഇതിലെല്ലാം ഒരുപോലെ ഉൾക്കൊള്ളപ്പെടുന്ന ഒരു വിനിമയാപഗ്രഥന ശാസ്ത്രത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തു സംഭവിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതോടെ ആ സംഭവം നെഗറ്റീവായ പോയിന്റിലേക്ക് മാറുന്ന എല്ലാ മാർഗങ്ങളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് വളരെ ഗുണകരമായ ചിന്തയിലേക്ക് മാറുവാൻ ഈ കാണാൻ പോകുന്ന ഒറ്റ സ്ലൈഡ് കൊണ്ട് നിങ്ങൾക്ക് പറ്റും. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്, ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം എന്നിങ്ങനെ ഒരു സെറ്റ്, തൊട്ടപ്പുറത്ത് പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം രണ്ടാമത്തെ സെറ്റ് നിങ്ങൾക്ക് കാണാം. ഈ 2 സെറ്റുകളും എടുത്ത് പരിശോധിച്ചാൽ ഒന്ന് നിങ്ങളാണെന്ന് കൂട്ടിക്കോളൂ, തൊട്ടപ്പുറത്തുള്ളത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരാന്ന് വെച്ചാൽ അങ്ങനെ ദമ്പതികളാണ്, 2 പേരും ദമ്പതികൾ. ഇപ്പുറത്തുള്ള ഭർത്താവ്, അപ്പുറത്തുള്ളത് ഭാര്യ. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ഈ സൈഡിലുള്ള ഈ ഭാഗത്ത് നിൽക്കുന്ന ഭർത്താവ്, അയാൾ രാവിലെ വീട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭർത്താവിന് ഒരല്പം വെള്ളം വേണം തോന്നുകയാണ്. ഉടൻ തന്നെ ഭാര്യയെ വിളിച്ചിട്ട് വെള്ളം വേണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ വെള്ളം വേണം എന്നുള്ള ആവശ്യം കേട്ടപ്പോ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഭാര്യ വെള്ളം എടുത്തു കൊടുക്കാൻ പറ്റാത്ത ചില പ്രവർത്തനങ്ങളിലാണ്. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിനെ കുളിപ്പിക്കുകയാണ്, 2-3 വയസ്സുള്ള കുട്ടിയെ കുളിപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ അടുക്കളയിൽ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭർത്താവ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ഏതായാലും കൈ ഒഴിയൂല. അപ്പൊ തൽക്കാലം ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പണി എന്താ? കേട്ടില്ല നോക്കാം, വിളിച്ചാലും ഇനിയിപ്പോ കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മിണ്ടാണ്ട് നോക്കാം. സ്വാഭാവികം ചിലർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇയാൾ ഒന്നുകൂടി ഗൗരവത്തിൽ വിളിക്കുകയാണ്, വെള്ളം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ഭാര്യയ്ക്ക് മനസ്സിലാവുക, ഇയാൾ എത്ര നേരമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്ന് തിരിയും. അപ്പോഴും തൽക്കാലം മിണ്ടാണ്ട് ഈ മുറിച്ച കൈ കൊണ്ട് ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനും വലിയ വിഷയവും, അല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കുന്നിടത്ത് എന്തായാലും എന്നിട്ട് പോകാൻ പറ്റൂല, ഇത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് അപ്പോഴും ഇടാതിരിക്കുന്നു കൂട്ടിക്കോ. മൂന്നാമതായി ഒരു അല്പം കൂടി ഗൗരവത്തിൽ അദ്ദേഹം വെള്ളം ചോദിക്കുകയാണ്. അപ്പൊ വിഷയങ്ങളാകുന്നു എന്ന് നിങ്ങൾ കാണുന്നതോടെ നിങ്ങൾ എന്ത് ചെയ്യും? അതേ ടോണിൽ പെട്ടെന്ന് പ്രതികരിക്കും. ആ മേശപ്പുറത്ത് ഇരിപ്പിന്റെ അടുത്ത് കുടിക്കും, അല്ല പിന്നെ ഞാൻ മനുഷ്യനോട് മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ സോപ്പൊക്കെ വാരി തേച്ച് നിങ്ങളെ കണ്ണൊക്കെ പതപ്പിച്ച് ചോപ്പിച്ച് വെച്ചിരിക്കുകയാണ്.
കുളിപ്പിക്കാൻ എണ്ണ തേപ്പിക്കാനായിട്ട് ഈ കൊച്ചിനെ കിട്ടിയ ബുദ്ധിമുട്ടെന്താന്ന് നിങ്ങൾക്കറിയാം. ഓടിച്ചിട്ട് പിടിച്ച് ടോയ്ലറ്റ് കേട്ടത് ഇങ്ങനെയാണ്. അത് കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിനടുക്ക് വെള്ളം ചോദിക്കുന്നത്. എന്തായാലും ഇറങ്ങിപ്പോയിട്ട് വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല. എന്നാൽ പിന്നെ അത് വിശദീകരിച്ചു കൊടുക്കാണ്ട് പറ്റില്ല. പെട്ടെന്ന് ചാടി തിരിച്ചു പ്രതികരിച്ചു, ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോ. ഇതങ്ങ് കേൾക്കുന്നതോടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഭർത്താവ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആക്ച്വലി എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ആദ്യമായി ഭർത്താവ് അയാൾക്കൊരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറഞ്ഞത് ഏത് ഭാവത്തിലാണ്? 3 ഭാവങ്ങൾ നമുക്ക് കാണാം: പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം. വെള്ളം വേണം എന്ന് സ്വാഭാവികമായും ഒരു ഭർത്താവിന് അദ്ദേഹത്തിന് അധികാരം വെച്ചുകൊണ്ട് ചോദിക്കാം. മര്യാദയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണം എന്നല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് പിതൃഭാവത്തിലായിരിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചോദിച്ചത് ഒരു വെള്ളം വേണം എന്നുള്ള അദ്ദേഹത്തിന് ചോദിക്കാവുന്ന ഒരു ഭാവത്തിൽ, അഥവാ പക്വഭാവത്തിലാണ്. പക്വഭാവത്തിലെ ഈ ചോദ്യത്തിന് ഭാര്യ കൊടുത്ത മറുപടി, മേശപ്പുറത്തിരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിക്കും. ഈ മറുപടി യഥാർത്ഥത്തിൽ വന്നത് പക്വഭാവത്തിലല്ല, അത് വന്നത് പിതൃഭാവത്തിലാണ്. പക്വഭാവത്തിലെ ചോദ്യത്തിന് പിതൃഭാവത്തിലാണ് ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഉത്തരം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മനഃശാസ്ത്രപരമായ മാറ്റം, അത് മനസ്സിനും ശരീരത്തെയും ബാധിക്കുന്ന ഒരു മാറ്റമാണ്. എന്തെന്നാൽ പക്വഭാവത്തിൽ ആര് എന്ത് ചോദ്യം നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം കൊടുക്കുന്നത് പിതൃഭാവത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കും. ആ പിതൃഭാവം സ്വാഭാവികമായും ചോദിച്ച ആളുടെ ശിശുഭാവത്തെ മുറിവേൽപ്പിക്കും. പിതൃഭാവത്തിലുള്ള മറുപടി കൊണ്ട് ചോദിച്ച ആളുടെ ശിശുഭാവത്തിന് ഇടിവെട്ടേറ്റതുപോലെയാണ്, മുറിവേൽക്കുകയാണ്. ശിശുഭാവത്തിന് മുറിവേറ്റു. വെറുതെ ചോദിച്ചു, അവളെന്ത് മറുപടിയാ പറഞ്ഞത്, വേണമെങ്കിൽ പോയെടുത്ത് കുടിക്കാൻ എന്നിത്യാദി ചിന്തയൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതങ്ങ് വെറുതെ കടന്നു വരിക മാത്രമല്ല, ഉടൻ തന്നെ ശരീരം റിയാക്ട് ചെയ്യാണ്. ശിശുഭാവത്തിന് മുറിവേറ്റാൽ ഉടൻ തന്നെ ആ മനുഷ്യന്റെ ആ പിതൃഭാവം വരുന്ന വരവ് നിങ്ങൾക്ക് കാണാം. അതിന്റെ വലിപ്പം കൂടാണ്, ആ പിതൃഭാവം അങ്ങ് വലുതാവുകയാണ്. അദ്ദേഹം അങ്ങ് വല്ലാത്ത ഗൗരവത്തിലാവാണ്. വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കാനല്ലേ, ഇവൾക്ക് ഞാനാണോ മെഹർ കൊടുത്തത്, അതോ ഇവൾ എനിക്കാണോ മെഹർ എന്ന് എന്നെ കെട്ടിക്കൊണ്ടുവന്നാണോ? ഇത് ചർച്ചകളൊക്കെ വരാണ്, ഇങ്ങനെ ചിന്തകളൊക്കെ ഇങ്ങനെ വരാണ്. ചില ആളുകൾ ഉടൻ പ്രതികരിക്കും. നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം, പ്രതികരിക്കട്ടെ പ്രതികരിക്കാതിരിക്കട്ടെ, ഇതങ്ങ് സംഭവിച്ചാൽ, ഏത് സംഭവിച്ചാൽ, പക്വഭാവത്തിലെ ചോദ്യത്തിന് പിതൃഭാവത്തിലാണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നതെങ്കിൽ അത് ആ മനുഷ്യന്റെ ശിശുഭാവത്തിന് മുറിവേൽപ്പിക്കും. ശിശുഭാവത്തിന് മുറിവേൽപ്പിച്ചാൽ ഉടൻ തന്നെ അയാളുടെ പിതൃഭാവം അങ്ങ് വലുതാകും. ആ പിതൃഭാവം വലുതാകുന്നതോടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, അവന്റെ 2 കിഡ്നികൾക്ക് മുകളിലിരിക്കുന്ന പ്രത്യേക 2 ഗ്ലാൻഡുകളുണ്ട്, ആഡ്രീനൽ ഗ്ലാൻഡ്സ് എന്ന് മെഡിക്കൽ സയൻസ് പേര് കൊടുത്തിരിക്കുന്ന 2 ഗ്രന്ഥികൾ. ഈ ആഡ്രീനൽ ഗ്ലാൻഡുകൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഹോർമോണിന് നേരെ ബ്ലഡിലേക്ക് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആഡ്രീനാലിൻ എന്നൊരു പ്രത്യേക തരത്തിലുള്ള ഹോർമോൺ ബ്ലഡിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ആഡ്രീനാലിൻ എന്ന ഹോർമോൺ ബ്ലഡിലെത്തിയാൽ ബ്ലഡ് എവിടെയൊക്കെ എത്തുന്നോ ആ അവയവങ്ങളിലൊക്കെ അതിന്റെ മാറ്റങ്ങൾ കാണും. ബ്ലഡ് ഹൃദയത്തിലെത്തുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് എത്തുന്നു, ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി അങ്ങ് കൂടാണ്. ശ്വാസം കൂടുതലെടുക്കാൻ വിടുകയും ചെയ്യാണ്, കിതക്കുകയാണ്, ദേഷ്യം വന്നിട്ട്. കണ്ണുകളിലെത്തുന്നു, കണ്ണിന്റെ പ്യൂപ്പിൾസ്, കൃഷ്ണമണികൾ വികസിക്കുന്നു, കണ്ണ് ചുമക്കുന്നു, തൊണ്ടയിലെ വെള്ളം വറ്റുന്നു, വിയർക്കാൻ തുടങ്ങുന്നു. വല്ലാത്ത ചേഞ്ചുകൾ ആ മനുഷ്യനിലുണ്ടാവുന്നു. ഒന്നുകിൽ ആ മനുഷ്യൻ ഉടൻ പ്രതികരിക്കും. ചില ആളുകൾ വെറുതെ എന്തിനാ അടികൊള്ളണമെന്ന് കരുതിയിട്ട് അയാളെ മിണ്ടാണ്ടിരുന്നു വരും. അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട്. ചിലപ്പോൾ തൽക്കാലം മിണ്ടാണ്ടിരിക്കും, ചിലർ പക്വതയോടെ മിണ്ടാതിരിക്കും. ഇങ്ങനെ അങ്ങ് സംഭവിച്ചു കഴിയുമ്പോഴും ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആഡ്രിനാലിൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, പ്രതികരിച്ചാൽ ഉടൻ തന്നെ കുറയും. പ്രതികരിച്ചില്ലെങ്കിലോ, ശരീരത്തിൽ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആഡ്രിനാലിൻ ഉപയോഗിച്ച് തീർന്നാലല്ലാതെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഉപയോഗിച്ച് തീർന്നാലല്ലാതെ അതിന്റെ എഫക്ട് പൂർണ്ണമായി അങ്ങ് മാറുന്നില്ല എന്നതാണ് മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. ആ ആഡ്രിനാലിൻ അവിടെ ബോഡി തന്നെ കിടക്കും. പിന്നീട് മറ്റേതെങ്കിലും ദിവസങ്ങൾക്ക് ശേഷമോ ആഴ്ചകൾക്ക് ശേഷമോ മറ്റെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ആഡ്രീനാലിൻ ആ വിഷയത്തെ ഒരല്പം കൂടി ഗൗരവമാക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരല്പം കൂടി ഗൗരവമായിരിക്കും. ഭാര്യ ഒരുപക്ഷെ കഴിഞ്ഞ സംഭവം മറന്നുപോയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഭർത്താവ് ഈ സംഭവത്തിന് ശേഷം ആഴ്ചകൾക്ക് ശേഷം കുളിക്കാൻ പോകുമ്പോൾ പറയാണ്, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും എന്റെ ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കണം, തേച്ച് വെച്ചിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഭർത്താവ് തിരിച്ചു വരുമ്പോഴേക്കും ഭാര്യ മറ്റെന്തോ ജോലിയിൽ ഏർപ്പെട്ടിരുന്നുകൊണ്ട് മറന്നുപോയി. കുളി കഴിഞ്ഞ് വന്ന ഭർത്താവിന് മനസ്സിലായി ഷർട്ട് തേച്ചിട്ടില്ല. ഉടൻ തന്നെ അദ്ദേഹം പ്രതികരിക്കും, ഷർട്ട് തേക്കാൻ നിനക്ക് പറ്റിയില്ല അല്ലേ. ഉടൻ തന്നെ വലിയ വിഷയമായി. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയൊക്കെ പറയും, ബുദ്ധിമുട്ടാവും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ ഭാര്യയുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ഭർത്താവ് പരാമർശങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെന്ന് വരും. ഇതൊക്കെ ചർച്ച വരുമ്പോ ദേഷ്യം വരുമ്പോ പറയുന്നതിനൊരു കണക്കുണ്ടാവില്ലല്ലോ. ഞാൻ പലപ്പോഴും പല സദസ്സിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നേരിട്ട് കാണുമ്പോൾ വലിയ ബഹുമാനമുള്ളതും
എന്നാൽ ഭാര്യയോട് സംസാരിക്കുമ്പോൾ തീരെ ബഹുമാനമില്ലാത്ത രീതിയിലേക്ക് കടന്നു വരുന്നതുമായിട്ടുള്ള പരാമർശിക്കപ്പെടുന്നതുമായിട്ടുള്ള വ്യക്തിത്വം. നേരെ കാണുമ്പോൾ വലിയ ബഹുമാനവും ഭാര്യയോട് സംസാരിക്കുമ്പോൾ ബഹുമാനമില്ലാതെ പരാമർശിക്കപ്പെടുന്നതുമായിട്ടുള്ള വ്യക്തിത്വം. ആരാ? ഭാര്യയുടെ വാപ്പ, അല്ലാതെ ആരും അല്ല. അങ്ങനെ വാപ്പയ്ക്ക് ഒരു ചീത്ത കേൾക്കുമ്പോ, ഉമ്മാക്ക് ചീത്ത കേൾക്കുമ്പോ, കുടുംബക്കാർക്ക് ഒരു ചീത്ത കേൾക്കുമ്പോ ഭാര്യ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുകയാണ്, ദേഷ്യം കൂടാണ്. ഉടൻ തന്നെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ നിൽക്കൂല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. സംഭവം എന്താ? ഷർട്ട് തേക്കുന്ന വിഷയമാണ്. വീട്ടിലേക്ക് വെട്ടിയുമായി കയറി വരുന്ന മകളെ കണ്ടപ്പോ വാപ്പ ചോദിച്ചു, നീ എന്താ മോളെ ഇങ്ങനെ കയറി വന്നേക്കുന്നേ, ഒറ്റക്ക് എന്താ? ഇല്ല വാപ്പ, ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല. എന്താ സംഭവം എന്താ? അത് ഞാൻ വലിയ വിഷയമായി, വാപ്പാനെ പറ്റി അയാൾ ചീത്ത പറഞ്ഞു, ഉമ്മാനെ പറ്റി പറഞ്ഞു. എന്താ സംഭവം എന്താ? അപ്പൊ ഒരു ഷർട്ട് തേക്കാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വൈകി പോയതിനാണ് സംഭവം. ഷർട്ട് തേക്കാൻ 5 മിനിറ്റ് വൈകി പോയതാണോ വിഷയം? ഇതൊന്നും രണ്ടു കൂട്ടരും ചിന്തിക്കുന്നില്ല. അപ്പൊ അത് കയറി വരുമ്പോ വാപ്പ പറയും, ഷർട്ട് തേക്കാൻ ഒരു 5 മിനിറ്റ് വൈകിയതിനാണ് അവൻ ഇത്ര വിഷയം ഉണ്ടാക്കിയത്, എന്നാൽ നീ അങ്ങോട്ട് പോകാൻ വേണ്ട, ഇവിടുന്നോ എന്ന് വാപ്പയും പറയും. കുടുംബം ഇടപെടും. രണ്ടുപേരും പരസ്പരം അകന്നു പോകുവാൻ കുടുംബത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണമാകും. പിന്നെ യോജിപ്പിക്കാൻ നോക്കിയാലും യോജിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ അവരെ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഡൈവോഴ്സിലേക്ക് വരെ എത്തിയിട്ടുള്ള എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്താ? ഈ പക്വഭാവത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് പക്വഭാവത്തിൽ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ, അതല്ലെങ്കിൽ മേശപ്പുറത്തിരിപ്പെടുത്ത് കുടിക്കാൻ പറ്റുമോ എന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയം സോൾവ് ആയി. അതിന് പകരം ആദ്യം മിണ്ടാതിരിക്കും, പിന്നെ മിണ്ടാതിരിക്കുമ്പോൾ കുറച്ച് ഗൗരവത്തിൽ അദ്ദേഹം ചോദിക്കും. ആ ഗൗരവത്തിന്റെ ചോദ്യം ഒരല്പം കൂടി ഗൗരവമാകും. അപ്പോ അതേ ഗൗരവത്തിൽ നാം മറുപടി പറയും. സ്വാഭാവികമായും പിതൃഭാവത്തിലെ മറുപടി കൊണ്ട് ശിശുഭാവത്തിന് മുറിവേറ്റ് അദ്ദേഹത്തിന്റെ പ്രതിഭാവം വലുതാവും, ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവും, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ശാരീരികമായ മാനസികമായ വിഷയങ്ങളായി പിന്നെ ബന്ധങ്ങൾ അകന്നു പോകുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. നിർബന്ധമായും ചിന്തിക്കണം, മനസ്സിലാക്കണം. പിരിമുറുക്കം എന്തൊക്കെ ഉണ്ടായാലും അതിൽ പ്രകോപിതരാകാതെ സൂക്ഷിക്കണം. ഇനി അഥവാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ കുട്ടികളുടെ മുന്നിൽ വെച്ച് തീരെ പാടില്ല. അല്ലാത്തൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം. ഇതാണ് യഥാർത്ഥത്തിൽ വ്യക്തിബന്ധങ്ങൾ നശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു പ്രോസസ് എന്ന് വിനിമയാപഗ്രഥന ശാസ്ത്രം എന്ന ശാസ്ത്രശാഖ വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. പക്വഭാവത്തിലെ ചോദ്യം ആര് ചോദിച്ചാലും പക്വഭാവത്തിലല്ലാതെ മറുപടി പറയാൻ പാടില്ല. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെ അടുത്ത് കൗൺസിലിംഗിന് ഒരു പയ്യനെ കൊണ്ടുവന്നു, 12 വയസ്സുള്ള പയ്യൻ. ഈ പയ്യനെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവന്റെ പിതാവ് തൊട്ടടുത്തിരുന്നിട്ട് പരാതി പറയാണ്, എന്റെ സാറേ, എനിക്ക് ഇവനെ വലിയ ഇഷ്ടമാണ്, എനിക്ക് ഇവനെ ജീവനാണ്. മകൻ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നോട് ഇവന് വല്ലാത്ത വിരോധമാണ്. എന്താണെന്നറിയില്ല സാറിന് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണു തുറക്കുകയാണ്. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിനെ നോക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ മകന്റെ മുഖത്തോട്ട് നോക്കിയപ്പോ ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ മുപ്പരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു വികാരവുമില്ലാതെ നിർവികാരനായിരിക്കുന്ന മകനെ ഞാൻ കാണുകയാണ്. എന്തോ വിഷയമുണ്ടെന്ന് അപ്പോൾ തന്നെ തോന്നി. ഈ പിതാവിനെ പുറത്താക്കിയിട്ട് മകനോട് സംസാരിക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ടുള്ള ഹിസ്റ്ററി എടുക്കലിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് അറിയുമോ? ഈ പയ്യൻ അവന്റെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പയ്യന് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള PT ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിയോടെ ക്ലാസ് വിട്ട് പോകുന്ന ഈ കുട്ടി, ഇവരുടെ ബാച്ചിൽപ്പെട്ട കുറച്ച് കുട്ടികൾക്ക് PT ഉണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പരേഡ് നടക്കുന്ന ആ സ്കൂളിലെ പരേഡിൽ സല്യൂട്ട് കൊടുക്കേണ്ട ആള് ഈ പയ്യനാണ്. അത്യാവശ്യം നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള, കാണാൻ നല്ല കുഴപ്പമില്ലാത്തൊരു പയ്യൻ. അവനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ട്രെയിനിങ് ആണ്. അങ്ങനെ ഓഗസ്റ്റ് 14-ാം തീയതി വൈകുന്നേരത്തിൽ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് പോകുന്നതിന് മുൻപായിട്ട് PT മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ നേരത്തെ എത്തണം, 8:30 മണിക്ക് പതാക ഉയർത്തും, 7 മണിക്ക് ഇവിടെ എത്തണം. വീട്ടിൽ നിന്നും ഈ സ്കൂളിലേക്കുള്ള ദൂരം കണക്കാക്കിയാൽ ഏതാണ്ട് 1 മണിക്കൂറോളം വരും. 7 മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു ചുരുങ്ങിയത് 4:30 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. എല്ലാം കഴിഞ്ഞ് പോരണ്ടേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോരാനായിട്ട്. ഈ ഒരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ മാഷ് മറ്റൊന്നുകൂടി പറഞ്ഞു, നിന്റെ ഷൂസ് ഒരല്പം മോശമാണ്, ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് വേറെ ഷൂ മേടിക്കണം, അത് പോളിഷ് ചെയ്ത് ശരിയാവില്ല, വേറെ ഷൂ തന്നെ മേടിക്കണം, നാളെ നീയാണ് സല്യൂട്ട് കൊടുക്കേണ്ട ആള്. അപ്പൊ നാളെ ഒരു നല്ല ഒരു സമയത്തേക്ക് തന്റെ ഒരു ഡിഗ്നിറ്റി, അഭിമാനം വർദ്ധിക്കാൻ പോകുന്നു എന്നൊരു ആവേശവും, അത് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ അതിന് വേണ്ടുന്ന പ്രാഥമിക നടപടികളിൽപ്പെട്ട ഈ ഷൂസ് വാങ്ങുക എന്ന വിഷയം ചെയ്യലും, രാവിലെ തീരെ സമയമില്ലാത്ത സമയം കൊണ്ട് ഓടി സ്കൂളിൽ എത്തുകയും ചെയ്യണം എന്ന ഉത്കണ്ഠയും എല്ലാം കൂടി നിറഞ്ഞുകൊണ്ട് ഈ പയ്യൻ ഇതിന് തീരുമാനമാക്കിക്കൊണ്ട് വീട്ടിലോട്ട് പോവാണ്. 5 മണിയോടെ അവിടെ തിരിച്ചാൽ 6 മണിക്ക് വീട്ടിലെത്തണം.
6 മണിക്ക് വീട്ടിലെത്തുമ്പോൾ ഉടൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് പിതാവിനെ ബോധ്യപ്പെടുത്തി, എന്നിട്ട് പിതാവിനെ കൊണ്ട് കടയിൽ പോയി ഷൂ വാങ്ങേണ്ടതാ. കുറച്ചുകൂടി കഴിഞ്ഞാൽ കട അടച്ചു. സാധാരണഗതിയിൽ ഇവന്റെ എന്താവശ്യവും ഉമ്മ വഴി കൈകാര്യം ചെയ്തിരുന്ന ഈ പയ്യൻ എന്താവശ്യമുണ്ടെങ്കിലും ഉമ്മാട്ടെ പറയുള്ളൂ, ഉമ്മയാണോ വാപ്പയോട് ചോദിക്കുക. ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ വളരെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ആൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറയുമല്ലോ, വാപ്പന്റെ കാര്യം വേണമെന്ന് പറയാറില്ല. വാപ്പമാര് ചിലപ്പോ അതിന് വലിയ ഗൗരവം കൊടുക്കാത്തത് കൊണ്ടോ ഒരൽപ്പം കൂടുതൽ ഗൗരവത്തിൽ ഇരിക്കുന്നത് കൊണ്ടോ ആൺകുട്ടികൾ അങ്ങോട്ട് അധികം വിഷയങ്ങളുമായി ചെല്ലാറില്ല. പെൺപിള്ളേരാണ് ചോദിക്കാറുള്ളത്. ആൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് വാപ്പാട്ട് ചോദിച്ചിട്ട് നടത്തി കൊടുക്കാറുള്ളത് എന്ന സ്വഭാവം തന്നെയായിരുന്നു ഈ പയ്യനും. അങ്ങനെ അതുപോലെ അവന്റെ കാര്യങ്ങൾ മുഴുവനും നേരിട്ട് ഉമ്മ വഴി നടത്തിക്കൊണ്ടിരുന്ന ആ പയ്യൻ വീട്ടിലോട്ട് ഓടിക്കയറി ചെല്ലുന്നത് വാപ്പാനെ വിളിച്ചുകൊണ്ടാണ്. വാപ്പാ വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവൻ വീട്ടിലോട്ട് ഓടി ചെല്ലാണ്. വാപ്പ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാപ്പാ വാപ്പ എന്ന് മോൻ വിളിക്കാനായിട്ടുള്ളത്. അതിനുമ്പോ വാപ്പാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടുത്തിരുന്നിട്ട് വാപ്പ എന്നൊക്കെ പറയുന്നല്ലാതെ അകലയിൽ നിന്ന് വാപ്പാ വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് വരാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് വാപ്പയുടെ ചിന്ത. വാപ്പ ഡൈനിങ് ഹാളിൽ ഇരുന്ന് പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ കെട്ട് മുഴുവൻ അഴിയുന്നത്. പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരുന്ന വാപ്പ കേൾക്കുന്നത് വാപ്പാ വാപ്പ എന്നുള്ള വിളിച്ചുകൊണ്ട് വരുന്ന മോന്റെ ആ ശബ്ദമാണ്. ഇതൊന്ന് കേട്ടതോടെ മോൻ എന്തോ സംഭവിച്ചു, അതല്ലെങ്കിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്നുള്ള മട്ടിൽ അദ്ദേഹം ഒന്ന് ഞെട്ടിത്തെറിച്ച്, സ്വതവേ ഒരല്പം പേടിയുടെ വിഷയത്തിൽ ടെൻഷൻ വരുമ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ പിതാവ്, BP ഉള്ള പിതാവ്, അദ്ദേഹം പെട്ടെന്നൊന്ന് ഞെട്ടി. അങ്ങനെ വായിലിരുന്ന പുട്ടും കടലൊക്കെ തെറിച്ചുപോയി. ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്തി. കുട്ടി ഓടി മുമ്പിൽ വന്ന് ഇങ്ങ് നിൽക്കുകയാണ്. എന്താടാ, നാളെ ഷൂ വേണം, നാളെ ഷൂ മേടിക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര ലാഘവമായ സംഭവമാണല്ലോ. ഇതാണ് അവൻ ഇത്രയും ഒച്ചയും വെള്ളം ഉണ്ടാക്കിയിട്ട് വന്ന് പറഞ്ഞതെന്നുള്ള മട്ടിൽ പിതാവ് വല്ലാതെ അങ്ങ് ശകാരിച്ചു. ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ മുഴുവനും തകർക്കുന്ന തരത്തിൽ പക്വഭാവത്തിലുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്തത് പിതൃഭാവത്തിലാണ്. അത് ആ കുട്ടിയുടെ ശിശുഭാവത്തിന് മുറിവേറ്റു. ശിശുഭാവത്തിന് മുറിവേറ്റത് കൊണ്ട് സ്വാഭാവികമായും ആ മനുഷ്യന്റെ പിതൃഭാവം വലുതാവേണ്ടതാണല്ലോ. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ അവന് പിതൃഭാവം വലുതാവുന്ന ഒരു സ്വഭാവമില്ല. ശിശുഭാവത്തിന് മുറിവേറ്റത് മുറിവായി തന്നെ, കാലാകാലമുള്ള മുറിവായി അതങ്ങനെ നിൽക്കുകയാണ്. നമുക്കൊക്കെ ശിശുഭാവത്തിന് മുറിവേറ്റാൽ ഉടൻ തന്നെ പ്രതികരിച്ചുകൊണ്ട് ആ പിതൃഭാവം വലുതാക്കി കാണിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു പക്ഷേ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതൃഭാവം വലുതാവില്ല. അങ്ങനെ അവന്റെ ആ ശിശുഭാവം അതിന് മുറിവേൽക്കപ്പെട്ടത് കൊണ്ട് ആ കുട്ടിക്ക് പിതാവിനോടുണ്ടായ വൈരാഗ്യ ബുദ്ധി ഓരോ നാളുകൾ കഴിയും തോറും കൂടി വരുന്ന കാഴ്ച കാണാൻ പറ്റി. അങ്ങനെ അവന്റെ നല്ലൊരു പ്രായത്തിലെത്തിയപ്പോൾ അവന് പിതാവിനോട് വല്ലാത്ത ദേഷ്യമാണെന്ന് പിതാവ് തന്നെ പരാതി പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയാണ്, എന്റെ ഭാര്യ, ഇവന്റെ മാതാവ്, ഇവന്റെ ഉമ്മ ഇവനോട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞാൽ ആ കൂട്ടത്തിലെങ്ങാനും ഞാൻ അവിടെ നിൽപ്പുണ്ടെങ്കിൽ ഞാൻ പറയും, അവനെ നീ 2 ബ്ലേഡ് വാങ്ങിച്ചോ എന്ന് പറയും. ഷേവ് ചെയ്യാൻ വേണ്ടി ബ്ലേഡ് വാങ്ങണമെന്ന് പറഞ്ഞാൽ കാശും കൊടുത്തു കഴിഞ്ഞാൽ അവൻ കാശും മേടിച്ചിട്ട് പോവും, പക്ഷെ ബ്ലേഡ് വാങ്ങിച്ചോണ്ട് വരില്ല. എന്താ ബ്ലേഡ് വാങ്ങാന്ന് ചോദിച്ചാൽ പറയും, ആ കടയിൽ ബ്ലേഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറയും. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറയാണ്, ബ്ലേഡ് ഇല്ലാത്തൊരു പലചരക്കുകളുണ്ടോ സാറേ എന്ന് ചോദിച്ചിട്ട് അയാൾ കരയാണ്. അഥവാ പിതാവ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല എന്ന നേരിട്ട് പിതാവുമായി യുദ്ധത്തിനില്ലതാനും. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി കുട്ടിയിലേക്ക് വരുവാൻ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കാരണമായിട്ടുണ്ട് എന്ന് വ്യക്തമായി ഇവിടെ മനസ്സിലായപ്പോൾ രണ്ടുപേരെയും ഇരുത്തി സെപ്പറേറ്റ് കൗൺസിലിംഗ് കൊടുത്ത്, രണ്ടുപേരെ ഒന്നിച്ചിരുത്തി കൗൺസിലിംഗ് കൊടുത്ത് ക്ലിയർ ആക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വിനിമയാപഗ്രഥന ശാസ്ത്രം എന്നത് ഒരു മനുഷ്യനോട് എങ്ങനെ ഇടപെടണം, പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നിടത്താണ്. ആ ഒരു വിഷയം വ്യക്തമായി മനസ്സിലാക്കി ലോകത്തുള്ള ആളുകൾ മുഴുവനും വിവിധ തരത്തിലുള്ള വിഷയങ്ങളോട് പ്രതികരിക്കുന്നത് ഈ 3-4 ഭാവത്തിൽ മാറി മാറിയായിരിക്കും. പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം. പക്വഭാവത്തിൽ ഒരു മനുഷ്യൻ ഒരു കാര്യം ഒരു മനുഷ്യനോട് ചോദിച്ചാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചോദിച്ചാൽ, പക്വഭാവത്തിൽ ഒരു കാര്യം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചോദിച്ചാൽ പക്വഭാവത്തിൽ തന്നെ മറുപടി കൊടുക്കണം. ഒരിക്കലും പിതൃഭാവത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് ചോദിച്ച ആളുടെ ശിശുഭാവത്തിന് മുറിവേൽപ്പിക്കാൻ പാടില്ല. അത് ബന്ധങ്ങൾ വഷളാക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഇതും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. ആ കൂട്ടത്തിൽ പിന്നെ നാം മനസ്സിലാക്കേണ്ട 3-ാമത്തെ ഭാഗം വരുന്നത് സാമൂഹിക വ്യക്തിത്വം കുട്ടിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നിടത്താണ്. സമൂഹവുമായി ഇടപെടേണ്ടത് എങ്ങനെ? ഇതിന്റെ ബാലപാഠം നാം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, സ്വന്തം വീട്ടിൽ നിന്നാണ്. അവിടെ ഒരൊറ്റ പോയിന്റ് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. മാതാപിതാക്കൾ, ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾ ഉള്ള വീടാണെങ്കിൽ അവരോടുള്ള നമ്മുടെ സമീപനം നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം.
സ്വന്തം മാതാപിതാക്കളോട് നമ്മളുടെ പ്രതികരണം നമ്മുടെ കുട്ടികൾ കണ്ട് മാതൃകയാക്കുന്ന തരത്തിലായിരിക്കണം. അല്പസമയം അവരുടെ കൂടെ ഒന്ന് ഇരിക്കാനും, അവരുടെ താടിക്കൊന്ന് പിടിക്കാനും, ഭക്ഷണമൊക്കെ ഒന്ന് വാരി കൊടുക്കാനും, കൂട്ടത്തിലിരുത്തി ഭക്ഷണം കൊടുക്കാനും, ഇടയ്ക്കെന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനും ഒക്കെ നാം ഒരു സമയം കണ്ടെത്തൽ നമ്മുടെ കുട്ടികൾ അത് കണ്ടുപിടിക്കാൻ കാരണമാകും. അവർക്കും വെല്ലുപ്പ വെല്ലുമ്മ എന്ന ധാരണ, ഗ്രാൻഡ് പാരന്റ്സ് ആണ് അവർ എന്നൊരു തോന്നൽ ഇവരിൽ ഉണ്ടാവാൻ അത് കാരണമാകും. അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടവരാണ്, അവർ മനുഷ്യരാണ് എന്ന തോന്നൽ ഇവരിൽ ഉണ്ടാവാൻ കാരണമാകും. അങ്ങനെ നമ്മെ അവർ നോക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? നാം നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കുന്നതായി അവർക്ക് നാം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു ചൈനീസ് നാടോടി കഥ ഞാൻ ഓത്തുപോവാണ്. ഒരു പിതാവും ഒരു കുട്ടിയും കൂടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയ ഒരു സംഭവം പറയുന്ന ഒരു ചൈനീസ് നാടോടി കഥയുണ്ട്. അങ്ങനെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഈ പിതാവ് ഒരു പഴയ ചട്ടി കൂടി വാങ്ങാണ്. പഴയ ചട്ടി ഉദ്ദേശിക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ലാത്തൊരു ചട്ടി വാങ്ങാണ്. അപ്പൊ കുട്ടി മോൻ ഉടനെ ചോദിച്ചു, അതെന്തിനാണ് അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ മറുപടി പറഞ്ഞു, അത് വല്യച്ഛന് ഭക്ഷണം കൊടുക്കാനാണ്, വല്യച്ഛന് ഭക്ഷണം കൊടുക്കാനാണത്. ഇത് കേട്ട ഉടൻ തന്നെ കുട്ടി പ്രതികരിക്കുകയാണ്, എന്നാ പിന്നെ 2 മേടിച്ചോ, അച്ഛൻ ആ സമയമാകുമ്പോൾ ഞാൻ അന്വേഷിച്ചു നടക്കണ്ടല്ലോ, ഇപ്പൊ തന്നെ 2 മേടിച്ചോളാൻ പറഞ്ഞു. കൊടുത്തതേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു പാഠത്തോടെ, ഒരു നല്ല പാഠത്തോടെ ആ ചൈനീസ് നാടോടി കഥ അവസാനിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തതേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് നാം എന്താണോ കൊടുക്കുന്നത് അത് അവർ തിരിച്ചു തരും. നമ്മുടെ മാതാപിതാക്കളെ നാം എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അത് നമ്മുടെ കുട്ടികൾ കണ്ട് പഠിക്കുന്നത് എങ്ങനെയാണോ അതായിരിക്കും അവർ നമുക്ക് നൽകുക. ഇതൊരു വല്ലാത്ത കുട്ടികളുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ഭാവിയെയും ബാധിക്കുന്ന ഒരു വിഷയമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാണണം. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, പിതാക്കന്മാർക്ക് ഉള്ള ഒരു ഉപദേശം, അത് മറ്റൊരു ചൈനീസ് പ്രോവർബാണ്, ചൈനീസ് പഴഞ്ചൊല്ലാണ്. Somebody brings happiness wherever they go, but somebody brings happiness whenever they go. Somebody brings happiness wherever they go. Somebody brings happiness whenever they go. Somebody brings happiness wherever they go. ചില ആളുകൾ എവിടെ ചെന്നാലും സന്തോഷമാണ്, അയാൾ പോകുന്നിടത്തൊക്കെ സന്തോഷം കൊണ്ട് ചെല്ലും. But somebody brings happiness whenever they go. ചില ആളുകളോ എവിടെന്നെങ്കിലും പോയി കിട്ടിയ സന്തോഷവും. ഇതിലേത് തരത്തിലാണ് നാം ഉള്ളത്? വാപ്പ ഇന്ന് വീട്ടിൽ വരല്ലേ എന്ന് കുട്ടികൾ പ്രാർത്ഥിക്കുന്ന ലെവലിലാണോ നാം ഉള്ളത്? പിതാവിനെ കാണുന്നില്ലല്ലോ, വാപ്പയെ കാണുന്നില്ലല്ലോ, വാപ്പ വരുന്നില്ലല്ലോ, വാപ്പ എവിടെ പോയി ഉമ്മ എന്ന് മക്കൾ ഉമ്മയെ വിളിച്ച് വാപ്പയെ അന്വേഷിക്കുന്ന ലെവലിലാണോ നാം ഉള്ളത്? നാം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് നാം വീട്ടിലേക്ക് കടന്നു വരുന്നത് സന്തോഷമാണോ ദുഃഖമാണോ? നാം ഒന്ന് ചിന്തിക്കണം. എവിടെ ചെന്നാലും സന്തോഷം കൊണ്ട് ചെല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബവുമായി അടുക്കുവാൻ പിതാക്കൾക്ക് സാധിക്കണം. സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ മക്കളെ വാർത്തെടുക്കുന്നതിൽ ഗൗരവപരമായ ചിന്തയും സ്വഭാവ വിശേഷണങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ മാതാക്കൾക്കും സാധിക്കണം. മാതാക്കളും പിതാക്കളും യോജിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടും കുട്ടികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിപരമായ ഇടപെടൽ കൊണ്ടും നമ്മുടെ മക്കളെ നല്ല നിലയിൽ ഉയർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ സന്താന പരിപാലനം എന്ന ഒരു വിഷയം ഉൾക്കൊണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ 4 ഘട്ടങ്ങളായി കൊണ്ടുള്ള ആദ്യത്തെ ക്ലാസിന്റെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇതേ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാനും, അതല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ നൽകുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് സംസാരിക്കാനും കുട്ടികൾക്ക് സെപ്പറേറ്റ് കൗൺസിലിംഗിനും അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾക്കും ഒക്കെ സൗകര്യങ്ങൾ ലുബാബ മീഡിയ സെന്റർ ചെയ്തു തരുന്നുണ്ട്. ലുബാബ മീഡിയ സിറ്റിയുടെ മുകളിൽ തന്നെ നമുക്ക് അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. സൈക്കോ ട്രെയിനർ സലീം മാഷ് ആ വിഷയത്തിൽ വളരെ ആർജവത്തോടെ ഈ രംഗത്ത് നിലവിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. നമ്മുടെ കുട്ടികളെ നല്ല നിലയിലാക്കി എടുക്കുവാൻ നമ്മളിൽ മാറ്റം ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കുട്ടികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒത്തൊരുമയോടെ നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ മക്കളെ വാർത്തെടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെക്ഷന്റെ അവസാന രംഗത്തേക്ക് ഞാൻ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് കൂടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ ക്ലിപ്പിംഗിൽ മാതാപിതാക്കളോടുള്ള ഇടപെടലിനെ സംബന്ധിക്കുന്ന ഒരു ചർച്ച വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികളുടെ വിഷയത്തിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം അവർക്ക് കുറഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ ഗ്രീക്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടെലിഫിലിമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗ്രീക്കിൽ കോൺസ്റ്റാന്റിൻ പെലാവോസ് എന്നു പേരുള്ള ഒരു ഡയറക്ടർ, അദ്ദേഹം തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഒരു ചിത്രം. ഈ ചിത്രം 4 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ടെലിഫിലിമാണ്. ഈ ടെലിഫിലിമിന്റെ പ്രത്യേകത, ഗ്രീക്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളിൽ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ഈ ടെലിഫിലിം തല്ലുകൊടുക്കാതെ, ശകാരിക്കാതെ, അഭിമാനത്തിന് ഭംഗം വരുത്താതെ മാതാപിതാക്കളുടെ വില എന്താണെന്ന് അവരെ അറിയിച്ചു കൊടുക്കുന്ന ഒരു ടെലിഫിലിമായിരുന്നു.
ഒരേ സമയത്ത് പരസ്യങ്ങളിലൂടെ ഒരേ സമയത്ത് ടെലികാസ്റ്റ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇത് ജനങ്ങളിൽ എത്തിച്ചപ്പോൾ ആരും ആരോടും ഗുണദോഷിക്കാത്ത തന്നെ മാതാപിതാക്കളുടെ വില അവർക്ക് മനസ്സിലായ രംഗം നിങ്ങൾക്ക് കാണാം. ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ കാണാൻ പോകുന്നത് വന്ധ്യ വയോധികനായ വൃദ്ധനായ ഒരു പിതാവും അദ്ദേഹത്തിന്റെ ഒരു 25ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന അദ്ദേഹത്തിന്റെ മകനും അവരുടെ വീടിന്റെ മുൻവശത്തുള്ള ഗാർഡനിൽ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഒരു രംഗമാണ്. അവിടെ ഇരിക്കുമ്പോൾ ആ മകൻ അദ്ദേഹം പത്രം വായിക്കുന്ന രംഗം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. പിതാവ് ഇങ്ങനെ ഇരിക്കുകയാണ്, മുൻപോട്ട് നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രായം ചെന്ന ഈ പിതാവിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ചെടിയിൽ ഒരു ചെറിയ കിളി വന്നിരിക്കുകയാണ്, ഒരു കുഞ്ഞി കിളി വന്നിരിക്കുകയാണ്. ഈ കിളി അവിടെ വന്നിരുന്നിട്ട് ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കും. ശബ്ദം കേട്ടിടത്തേക്ക് സൂക്ഷിച്ച് പിതാവ് നോക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ള പിതാവ് ഇങ്ങനെ നോക്കുന്ന രംഗം നിങ്ങൾക്ക് അതിൽ കാണാം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണത്? വാട്ട് ഈസ് ദാറ്റ്? ഗ്രീക്ക് ഫിലിമാണ്, ഗ്രീക്കിലാണ് ചോദ്യം. ഈ ടെലിഫിലിമിന് ഇംഗ്ലീഷിൽ ഇട്ടിരിക്കുന്ന പേര് തന്നെ വാട്ട് ഈസ് ദാറ്റ് എന്നാണ്. വാട്ട് ഈസ് ദാറ്റ്? ഡയറക്ടഡ് ബൈ കോൺസ്റ്റന്റൈൻ പെലാവോസ്. പിതാവിന്റെ ചോദ്യം വാട്ട് ഈസ് ദാറ്റ്, എന്താണത്? മകന്റെ മറുപടി വളരെ ഗൗരവത്തോടെ നോക്കിയിട്ട് അതൊരു കുരുവിയാണ്, സ്പാരോ, കുരുവിയാണ് എന്ന് മകൻ മറുപടി പറയുന്നു. കുരുവിയാണെന്ന് കേട്ടപ്പോൾ കുരുവിയെ കാണാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോടെ പിതാവ് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും കുരുവി അവിടുന്ന് പറന്നുപോയി തൊട്ടിപ്പുറത്ത് വേറൊരു മരത്തിൽ വന്നിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒച്ചയുണ്ടാക്കും. അങ്ങോട്ട് നോക്കിയപ്പോൾ കുരുവിയെ കാണാത്ത പിതാവ് ഒച്ച വന്നത് ഇവിടെ നിന്നാണല്ലോ. തിരിച്ച് ഇങ്ങോട്ട് നോക്കിയിട്ട് പിന്നെയും ചോദ്യം ആവർത്തിക്കുന്നു, വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ അല്പം കൂടി ഗൗരവത്തോടെ മകൻ, ഞാൻ പറഞ്ഞില്ല ഒരു കുരുവിയാണെന്ന് എന്നങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. ആ കുരുവിയാണെന്ന് പറഞ്ഞപ്പോൾ ആ കുരുവി അവിടെ കാണാൻ വേണ്ടി അങ്ങോട്ട് നോക്കി പിതാവ്, കുരുവി അവിടെ നിന്ന് പറന്നു പോയി വേറെ സ്ഥലത്ത് വന്നിരിക്കും, അവിടെ നിന്ന് ഒച്ചുണ്ടാക്കും. സ്വാഭാവികമായും മൂന്നാമത്തെ ചോദ്യം വരും, വാട്ട് ഈസ് ദാറ്റ്? മൂന്നാമത് കുറച്ചുകൂടി ഗൗരവത്തോടെ കുരുവിയുടെ സ്പെല്ലിംഗ് പിതാവിന് പറഞ്ഞു കൊടുക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. കുരുവി എന്ന് മലയാളത്തിൽ പറയാവുന്ന തരത്തിൽ ഗ്രീക്ക് ഭാഷയിൽ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കുന്ന മകനെ കാണാം. ഇനി മേലത് ചോദിച്ചേക്കുന്നുള്ള മട്ടിൽ ആ മകൻ ഒരല്പം കൂടി ഗൗരവത്തോടെ പിതാവിനോട് പ്രതികരിക്കുകയാണ്. അതും കേട്ടെങ്കിലും കുരുവി പറന്നുപോയി വേറൊരിടത്ത് ഇരിക്കുന്നു. പിതാവ് പിന്നെയും ചോദിച്ചു, വാട്ട് ഈസ് ദാറ്റ്? പിന്നെ ഒന്നും ഞാൻ പറയണ്ട, വളരെ ഗൗരവത്തോടെ പിതൃഭാവത്തിന്റെ അങ്ങേ അറ്റത്തെ തലക്കിൽ നിന്നുകൊണ്ട് ആ മകൻ പിതാവിനെ ശകാരിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതങ്ങ് കണ്ട് വിഷമിച്ച് പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് വീട്ടിലോട്ട് കയറി പോകുന്ന രംഗം കാണാം. വീട്ടിലോട്ട് കയറി പോവാണ്. ഈ രംഗം വരെ ആദ്യം ഇതിന്റെ ഒന്നാം ഭാഗമായി നിങ്ങൾ കാണണം. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന രംഗം അത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാം ഭാഗം കണ്ട ശേഷം രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. Τι είναι αυτό? Ένα σφουργίτη. Τι είναι αυτό? Μόλις τώρα στο πατέρα, σφουργίτη είναι. Τι είναι αυτό? Ένα σπουργίτη είναι, πατέρα. Ένα σπουργίτη. Σπουργίτη! Τι είναι αυτό? Γιατί το κάνεις αυτό το πράγμα, μπορείς να μου πεις? Τόσες φορές σου είπα, είναι ένα σπουργίτη! Δεν το καταλαβαίνεις! Πού πας? അങ്ങനെ രണ്ടാം ഭാഗത്തിൽ തിരിച്ചു വരുന്ന പിതാവ് അദ്ദേഹം ഒരു ഡയറിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഡയറിയുമായി തിരിച്ചു വരുന്ന പിതാവ് ഈ മകന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഡയറി എഴുതുന്ന ശീലമുള്ളൊരു പിതാവായിരുന്നു. ചെറിയ പ്രായത്തിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ എഴുതി വെക്കുന്ന ശീലമുള്ള ആളാണ്. ഡയറി എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതി വെച്ചിരുന്ന ഡയറി കൊണ്ടുവന്ന് പേജ് തുറന്ന്
ആ വായിക്കേണ്ട ഭാഗം തൊട്ട് കാണിച്ചിട്ട് വായിക്കുവാൻ മകനോട് ആവശ്യപ്പെടുന്ന രംഗം നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആവശ്യപ്പെടുകയാണ്. മകൻ അത് പിടിച്ചിട്ട് വായിക്കുന്നു. ഇടയ്ക്ക് പിതാവിന്റെ കൽപ്പന, ഉറക്കെ വായിക്കൂ, ലൗഡ്, ഉറക്കെ വായിക്കുകയാണ്. ആ വായിക്കുമ്പോൾ ആ വരികൾ എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ആ മകന്റെ ശരീരമാസകലം വിറയലുണ്ടാക്കിയ കരിങ്കല്ല് പോലെയായിരുന്ന മനസ്സിനെ സൂര്യതാപമേറ്റ മഞ്ഞ് പോലെയാക്കി കളഞ്ഞ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിലുണ്ടായ സംഭവം. ഇന്ന് എന്റെ ഇളയ മകന് 3 വയസ്സ് പൂർത്തിയായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഞാനും എന്റെ ഭാര്യയും കുഞ്ഞു മോനുമൊത്ത് ഞങ്ങൾ ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ചെറിയ കുരുവി വന്നിരുന്നു. എന്റെ കൊച്ചുമോൻ എന്നോട് ചോദിച്ചു, എന്താണ് അത്? വാട്ട് ഈസ് ദാറ്റ്? ഇന്ന് ഈ പിതാവ് ചോദിച്ച അതേ ചോദ്യം വർഷങ്ങൾക്ക് മുൻപ്, 22 വർഷങ്ങൾക്ക് മുൻപ് അവൻ ചോദിക്കുകയാണ് അവന്റെ 3-ാമത്തെ വയസ്സിൽ. വാട്ട് ഈസ് ദാറ്റ്? ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ അതൊരു കുരുവിയാണ്. വീണ്ടും ആ കുരുവി പല സമയങ്ങളിലായി ഞങ്ങളുടെ അടുത്ത് പല സ്ഥലത്ത് വന്നിരുന്നു. അപ്പോഴൊക്കെ ഇതിനെ കണ്ടപ്പോൾ എന്റെ മോനോട് ചോദിച്ചു, എന്താണ് അത്? വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ്? ഓരോ തവണയും ആ കുരുവിയെ കാണുമ്പോൾ ഇവൻ ഇത് ചോദിക്കും. ഞാൻ അവനോട് സ്നേഹത്തിൽ മറുപടി പറയും, മോനെ അതൊരു കുരുവിയാണടാ, അതൊരു കുരുവിയാണ് എന്നിങ്ങനെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, 21 തവണ അവൻ എന്നോട് ചോദിച്ചു അതെന്താണ് എന്ന്. ഓരോ 21 തവണയും ഞാൻ അവനോട് അതൊരു കുരുവിയാണ് മോനെ അതൊരു കുരുവിയാണ് എന്ന് അവനെ പറഞ്ഞ് പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവനെ വാരി പുണരുകയും അവന്റെ കവിളിൽ ഉമ്മ വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിതൗട്ട് ഗെറ്റിംഗ് മാഡ്. എന്റെ മകൻ ഇപ്പോൾ ചെയ്തതുപോലെ വിതൗട്ട് ഗെറ്റിംഗ് മാഡ്, അവനെ പോലെ ഭ്രാന്തനാവാതെ, ഫീലിംഗ് അഫെക്ഷൻ ടുവാർഡ്സ് മൈ ഇന്നോസെന്റ് ലിറ്റിൽ ചൈൽഡ്, എന്റെ ചെറിയ കുട്ടിയോടുള്ള, നിഷ്കളങ്കനായ എന്റെ കുട്ടിയോടുള്ള സ്നേഹമുള്ളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, അതൊരു കുരുവിയാണ് മോനെ അതൊരു കുരുവിയാണ്. ഈ സംഭവം അങ്ങും വായിച്ചു കഴിയുന്നതോടെ മകന്റെ മനസ്സങ്ങ് അലിയുകയാണ്. പിന്നെ പിതാവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന രംഗമൊക്കെ കാണാം. അങ്ങനെ തുടക്കത്തിൽ ഒരു കയ്പും അവസാനം ഒരു മധുരവും നൽകിക്കൊണ്ട് ആ കിളി അങ്ങ് പറന്നു പോകുന്ന രംഗവും നിങ്ങൾക്ക് കാണാം. Δυνατά. Σήμερα ο μικρός μου γιος που πριν λίγες μέρες έκλεισε τα 3 καθόταν μαζί μου έξω στο πάρκο όταν ένας σπουργίτη ήρθε και κάθισε απέναντί μας. Ο γιος μου με ρώτησε 21 φορές τι ήταν αυτό και του απάντησα και τις 21 φορές ότι ήταν ένα σπουργίτη. Τον αγκάλιασα τρυφερά και τις 21 φορές που μου έκανε την ίδια ερώτηση, ξανά και ξανά, χωρίς να εκνευριστώ, νιώθοντας στοργή για το αθώο μου αγοράκι. സുന്ദരമായ ഒരു ചിത്രം, 4 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ ഗ്രീക്കിൽ കാരണമായ ഒരു ചിത്രമാണത്. നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്താ? ഈ 25 വയസ്സുള്ള മകന്റെ അടുത്ത് അവന്റെ 3 വയസ്സുള്ള കുട്ടി കൂടി ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കെ ഈ മകൻ ഈ പിതാവിനോട് പ്രതികരിക്കുന്ന രീതി, ഭാവിയിൽ ഈ ചെറിയ കുട്ടി ഈ 25 വയസ്സുള്ള ഈ മകനും അവൻ വലിയ പിതാവായി കഴിയുമ്പോൾ അവനോട് കാണിക്കാൻ സാധ്യത കൂടുതലല്ലേ എന്ന് നാം ചിന്തിക്കണം. സ്വന്തം മാതാപിതാക്കൾ ഉള്ള വീട്ടിൽ അവരോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ മക്കൾക്ക് അത് കണ്ട് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നതാണ് സാമൂഹിക വ്യക്തിത്വത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട വിഷയം. ആ ഒരു ടെലിഫിലിം വളരെ ഗൗരവമായി ഒരുപാട് ആളുകളിൽ മാറ്റമുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്നതും ഈ വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നുണ്ട്.
മറ്റൊന്നും ഈ അവസരത്തിൽ പറയാനില്ല. ചുരുങ്ങിയ ഈ 3 വിഷയങ്ങൾ, ശാരീരികവും മാനസികവും സാമൂഹികവുമായ വ്യക്തിത്വം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മിലുണ്ടാവേണ്ട മാറ്റങ്ങളും കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുർവാശിയുള്ള ഒരു കുട്ടിയുടെ ദുർവാശി മാറ്റേണ്ടത് എങ്ങനെയാണ്, ദുശ്ശീലങ്ങളുള്ള കുട്ടിയെ എങ്ങനെയാണ് അതിൽ നിന്നും രക്ഷിക്കാൻ പറ്റുക എന്നിത്യാദിയുള്ള ചർച്ചകളൊക്കെ ഈ കൂട്ടത്തിൽ വരേണ്ടതുമാണ്. സമയം പരിമിതി ഉള്ളതുകൊണ്ട് കൂടുതൽ ആ വിഷയങ്ങളിൽ കിടക്കുവാൻ ഇപ്പോൾ സാധ്യമല്ല. സ്വാഭാവികമായും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ, എന്റെ മകനെ എന്റെ മകളെ ധൈര്യത്തോടെ എനിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊണ്ടുപോകാൻ പറ്റും, സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പോകുമ്പോൾ എന്റെ മോനെ എനിക്ക് കൂടെ കൊണ്ടുപോകാം, എന്റെ മോളെ കൊണ്ടുപോകാം എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം കുട്ടി നമ്മുടെ കൂടെ വന്നാൽ കാണുന്നതൊക്കെ വേണമെന്ന് പറയും. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, വലിയ വിഷയമാണ്. കുട്ടികളെ ഒരിക്കൽ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയിട്ടുള്ള ആൾ പിന്നെ ഒരിക്കലും കൊണ്ടുപോകില്ല. പക്ഷെ കൊണ്ടുപോകാതിരിക്കലല്ലോ രക്ഷപ്പെടാനുള്ള മാർഗം. അത് ഒളിച്ചോട്ടമാണ്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടാണ്. കൊണ്ടുപോകുക തന്നെ വേണം. പക്ഷെ നമ്മുടെ കുട്ടി, 5 വയസ്സുള്ള നമ്മുടെ കുട്ടി ഷോപ്പിംഗ് മാളിൽ വന്നാലും അവൻ കാണുന്നതൊക്കെ വേണം എന്ന് പറയില്ല. എന്താ ട്രെയിനിങ്? വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ആദ്യമായി നമുക്കറിയാം, ഷോപ്പിംഗ് മാളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കുട്ടി സ്വാഭാവികമായിട്ടും ഒരു സാധനം എന്തെങ്കിലും കണ്ടേ അത് വേണമെന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം പറയും, ഞാനത് വാങ്ങി തരില്ല. ഇല്ലല്ലോ, അത് തരില്ല. ഒരല്പം കൂടി ഗൗരവത്തോട് കൂടി, ഇല്ല അതെനിക്കത് വേണം എന്ന് വാശി പിടിക്കും. ഇല്ല വാങ്ങി തരില്ലെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഡബിൾ സ്ട്രോങ് ആവും. അപ്പൊ കുട്ടി ഇല്ല എനിക്ക് തന്നേ പറ്റുള്ളൂ, കരയാൻ തുടങ്ങും. അപ്പൊ അടിക്കുമെന്ന് പറയും. പിന്നെയും ഗൗരവമാകും. അപ്പൊ അടിക്കാൻ കൈപൊക്കും. അപ്പൊ കുട്ടി നിലത്തേക്ക് കിടന്ന് ഉരുളാൻ തുടങ്ങും. പിന്നെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കാണുന്ന സംഭവം നമ്മുടെ അഭിമാനമാണ്. ആളുകൾ നോക്കുന്നു, കുട്ടി കിടന്ന് ഉരുളുന്നു, ഉടൻ തന്നെ സാധനം മേടിച്ച് കൊടുക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അന്നൊരു തീരുമാനം എടുക്കും, ഇനി മേലിൽ ഇവനെ കൊണ്ട് ഷോപ്പിംഗ് മാളിൽ പോകുന്ന പരിപാടിയില്ല. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ കുട്ടിയെ കൊണ്ടുപോകണ്ടേ, കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണ്ടേ? വളരെ സുന്ദരമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എങ്ങനെയാണ് ഈ കുട്ടിയെ അവൻ ഒരു തരത്തിലുള്ള വിഷയവും ഉണ്ടാക്കാതെ, പ്രശ്നവും ഉണ്ടാക്കാതെ ഇവനെയും കൊണ്ട് അവിടെ പോകാൻ പറ്റുക? ഷോപ്പിംഗ് മാൾ പോലെ കാര്യങ്ങൾ കാണാനും പഠിക്കാനും സാധനങ്ങളുടെ പേര് പഠിക്കാനും ഒക്കെ അവസരം കിട്ടുന്ന നല്ലൊരു പ്രാക്ടിക്കൽ സ്കൂൾ വേറെയുണ്ടോ? കൊണ്ടുപോകണ്ടേ, പഠിപ്പിക്കണ്ടേ എന്ന പ്രശ്നങ്ങളില്ലാതെ നോക്കുകയും വേണ്ടേ? എങ്ങനെ പറ്റും? വളരെ മനോഹരമായ സൈക്കോളജി പഠിപ്പിക്കുന്നു. കുട്ടിയെ ഷോപ്പിംഗ് മാളിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് സാധനം വേണമെന്ന് പറയുമ്പോൾ അവിടെ വെച്ചിട്ട് വാങ്ങി തരില്ല എന്ന് പറയലല്ല നമ്മുടെ ബുദ്ധി ഇരിക്കേണ്ടത്, വാശിയിരിക്കേണ്ടത്. മറിച്ച് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ കുട്ടിയെ പിടിച്ചിരുത്തിക്കൊണ്ടൊരു കൗൺസിലിംഗ് കൊടുക്കണം. എങ്ങനെയെന്നാൽ, നിങ്ങൾ ആദ്യം വാങ്ങി തരില്ല എന്ന് പറഞ്ഞ സാധനം അവസാനം നിങ്ങൾ വാങ്ങി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ അറിയാതെ കുട്ടിയെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്, കുട്ടി അറിയാതെ നിങ്ങളെയും പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം എന്താ? ആദ്യമായി കുട്ടി ഇന്ന സാധനം കണ്ടപ്പോൾ അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്തു? തരില്ല എന്ന് പറഞ്ഞു. കുട്ടി വാശി പിടിച്ച അവസാനം കരച്ചിലുമായി നിലത്ത് കിടന്ന് ഉരുളുന്ന അവസ്ഥയിലേക്ക്, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയെത്തിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. കുട്ടിയെ ആദ്യമായി നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠം, ഒന്നാമത്തെ പാഠം മനസ്സിലാക്കിക്കോ. ആദ്യം വാങ്ങി തരില്ലെന്ന് പറഞ്ഞു, പിന്നെ വാങ്ങിക്കൊടുത്തു. അതായത് ഇല്ല എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒന്നാമതായി നാം കുട്ടിയെ പഠിപ്പിക്കുന്ന പാഠമാണ് അത്. പ്രത്യേകിച്ച് വാപ്പ പറഞ്ഞ ആദ്യം ഇല്ല എന്നൊക്കെ പറയും, കുറെ കഴിയുമ്പോൾ വാങ്ങിച്ചു തരും. അത് കുറെ കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് 20 വയസ്സ് എത്തുമ്പോൾ ആദ്യം വാപ്പയ്ക്ക് കല്യാണം വേണ്ടെന്നൊക്കെ പറയും, കുറെ കഴിയുമ്പോൾ നടത്തി തരും. ഇതൊക്കെ മക്കൾ ചിന്തിക്കുകയാണ്. ആ ലെവലിൽ വരെയും കുട്ടികൾ എത്തിച്ചേരുന്നതിന് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായി ഷോപ്പിംഗ് മാളിൽ പോകുന്നതിന് മുൻപ് കുട്ടിയെ വിളിക്കുക, മോനെ അതിൽ മോളെ നമ്മളിപ്പോ ഷോപ്പിങ്ങിന് പോകാൻ പോവാണ്, മോളെ ഞാൻ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ മോനെ കൊണ്ടുപോകണമെങ്കിൽ അപ്പൊ പറഞ്ഞു കേൾക്കണം. ഷോപ്പിങ്ങിന് പോകുന്ന കേൾക്കുമ്പോൾ കുട്ടിക്ക് സന്തോഷമാണ്. പക്ഷേ അവിടെ കണ്ടീഷൻസ് അവിടെ വെച്ച് കൊടുക്കണം. കടയുടെ മുന്നിൽ പോയിട്ട് കുട്ടി വേണമെന്ന് പറഞ്ഞ സാധനത്തിന്റെ അടിയിൽ പോയി നിന്നിട്ടല്ല വേണ്ടെന്ന് പറയാ, തരില്ല എന്ന് പറയാ. മറിച്ച് പോകുന്നതിന് മുൻപ് ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇത് പറ്റില്ലെങ്കിലോ എന്നാ പോകുന്നില്ല, പാപ്പായി പോണില്ല, മോനും പോണില്ല. അപ്പൊ ഗൗരവമാവില്ല, മറ്റത് ഒരുപാട് ഗൗരവമാവും. കുട്ടിയെ പിടിച്ചിരുത്തിട്ട് പറയുക, നമ്മൾ ഷോപ്പിംഗ് പോകാൻ പോവാണ്, നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ ഇന്ന സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ പോകുന്നത്, അത് പാപ്പായും മോനും കൂടി എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിന്റെ കഷ്ണം എടുക്കണം. ഇങ്ങനത്തെ പേപ്പറിന്റെ കഷ്ണം തന്നെ എടുക്കണം. ഈ കാണുന്ന പേപ്പറിന്റെ കഷ്ണം. വലിയ ഷീറ്റ് എസ് എഴുതുന്ന പേപ്പറൊക്കെ എടുത്ത കുട്ടി കൺഫ്യൂസ്ഡ് ആവും, ഒന്നും മനസ്സിലാവില്ല. മറിച്ച് പേപ്പർ കാണുമ്പോൾ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് നിറയണം, കുറേ സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പൊ എഴുതാൻ പോകുന്നത് എന്ന് ധാരണ കുട്ടിയുടെ മനസ്സിലേക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ കിട്ടാൻ ഈ ഒറ്റ ലിസ്റ്റ് മതി. ബിരിയാണി വെക്കാൻ വേണ്ടിയുള്ള ലിസ്റ്റ് എഴുതുന്ന പോലെ, ആയുർവേദത്തിന്റെ ലിസ്റ്റ് എഴുതുന്ന പോലെ ഒരു പേപ്പർ എടുക്കുക. ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിലേക്ക് പതിഞ്ഞു, കുറേ സാധനങ്ങൾ വാങ്ങാനായി ഞാനും വാപ്പായും കൂടെ പോവാണ്.
അതിനെ ദ്യോതിപ്പിക്കുന്ന തരത്തിൽ ഇരുന്നിട്ട് നമ്പർ 1 കുത്തരി 25 കിലോ, പച്ചരി 20 കിലോ, മുളക് പൊടി, മല്ലിപ്പൊടി, പയറ്, വൻപയറ്, ചെറുപയറ്, പീസ് പരിപ്പ്, എഴുതുക, സാധനങ്ങളൊക്കെ എഴുതുക. ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടി കാണുകയാണ്, ലിസ്റ്റ് എഴുതുന്നത് കാണുന്നു, ഓരോ സാധനങ്ങൾ പറഞ്ഞെഴുതുന്നു, പറയുന്നത് കുട്ടിയുടെ മനസ്സിലേക്ക് പതിയുന്നു. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് മോനെ ഇത്രയും സാധനങ്ങൾ വാപ്പ വാങ്ങി കഴിയുമ്പോൾ വാപ്പ മോന് വേറൊരു സാധനം മേടിച്ചു തരും, എന്താ വേണ്ടത് പറഞ്ഞു. അപ്പൊ കുട്ടി പറയും ഒരു വില കൂടിയ സാധനം, മിഠായിയുടെ പേരെല്ലാം പറയും. അത് ഉദാഹരണം അതിന് 50 രൂപ കുട്ടിക്കോ. അപ്പൊ അവിടെ വെച്ച് പറയാ ഇന്ന് 50 രൂപയുടെ മിഠായി വാങ്ങിച്ചിട്ടില്ല, അതിന് 50 രൂപയാണ്, അഥവാ വില കൂടുതലാണ്, മനസ്സിലാക്കി കൊടുക്കാം. 3 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാം. 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് പ്രതികരിക്കും. അങ്ങനെ അത്രയും വിലയുടെ സാധനം മേടിച്ചു തരില്ല. ഇവിടെ വെച്ച് പറയണം ഇല്ലാതെ എനിക്കത് തന്നെ മേടിച്ചു തരണം എന്ന് കടയിൽ പോണില്ല, അത് മടക്കുക, എന്ന് കടയിൽ പോണില്ല, അല്ലാന്നാ പിന്നെ അത് മതി. അപ്പൊ പറ ഓക്കെ തുറക്കുക, ഇപ്പൊ തൽക്കാലം മോന് 10 രൂപയുടെ മിഠായി മേടിച്ചു തരും. മതിയോ? മതി എന്ന് പറഞ്ഞാലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. കുട്ടിക്കറിയാം അവൻ ബുദ്ധിമാനാണ്. ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് മാൻ. കുട്ടി മനുഷ്യന്റെ പിതാവാണ്, സമ്മതിക്കും. അത് എഴുതി കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി എന്ന കാരണം കൊണ്ട് ഒരു എഗ്രിമെന്റ് ആണ് മകനുമായി. ഇത് ഇരുന്ന് എഴുതി, അവനെ കൂട്ടി എഴുതി എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെതിരെ അവൻ പ്രതികരിക്കില്ല, ഗ്യാരണ്ടിയാണ്. എന്നിട്ട് ഇവനെ കൊണ്ട് നിങ്ങൾ കടയിൽ പോവുക. കടയിലെത്തിയ ശേഷം കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് പേപ്പറിൽ ക്ലിപ്പ് ചെയ്ത ശേഷം പേനെടുത്ത് കൈ കൊടുക്കുക. അവനെ ഒന്നാമത്തെ സാധനം കുത്തരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവന് വായിക്കാൻ അറിയട്ടെ, അറിയാൻ പാടില്ലാതിരിക്കട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഒന്ന് വെട്ടിക്കോ, 25 കിലോ കുത്തരി കാണിച്ചു കൊടുക്കുന്നു. സെയിൽസ്മാൻ ആ കുത്തരി എടുത്ത് കാറിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കുട്ടി ഇത് കാണുകയാണ്. 2 പച്ചരി ഇന്നതാണ് മാറ്റുന്നത് കാണുന്നു. മുളക് പൊടി ഇവിടെ ഇല്ല മോനെ, 3ാമത്തെ സാധനം ഇവിടെ ഇല്ല, അത് വെട്ടണ്ട. 4ാമതുള്ളത് മല്ലിപ്പൊടിയാണ്, ആ മല്ലിപ്പൊടി വെട്ടിക്കോളൂ. ലിസ്റ്റ് ഒന്ന് ഇല്ലാത്തത് മറ്റത് ഉള്ളത്, ഇതൊക്കെ തിരിച്ചറിയുകയാണ്. തിരിച്ചറിവ് കുട്ടിയിലേക്ക് വരുന്നു. ഇല്ലാത്തത് വെട്ടിയിട്ടില്ല, ഉള്ളത് വെട്ടി. നമ്പർ പഠിക്കുന്നു, 1 2 3 4. 3ാമത്തത് ഇല്ല, 4ാമത്തത് വെട്ടി. കുട്ടി പഠിക്കുന്നു. 3ാമത്തെ വയസ്സിലും 4ാമത്തെ വയസ്സിലും കുട്ടിക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടുകയാണ്. അതിങ്ങനെ താഴേക്ക് വന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ട് അവസാനം അൽഹംദുലില്ലാഹ് വാപ്പ മോനും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വാപ്പ മോനതെ പറഞ്ഞ മിഠായി മേടിച്ചു തരാൻ പോണത് ഇന്ന മിഠായിയാണ്, മേടിച്ചോ പിടിച്ചോ, കുട്ടി കയ്യിൽ കൊടുക്കുക. ഈ കുട്ടി ഒരു മാസത്തിൽ ഒരു തവണ ഇതുപോലെ കുട്ടിയെ കടയിൽ കൊണ്ടുപോയിട്ട് അതിനു വേണ്ടിയിട്ട് 10 രൂപ മുടക്കിയാലും കുട്ടിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ എന്തൊക്കെയെന്നറിയുമോ? അവന്റെ അതേ പ്രായമുള്ള സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്ക് അറിയാത്ത പലതും. പീസ് പരിപ്പ് കണ്ടാലറിയാം, വൻപയർ കണ്ടാലറിയാം, പച്ചക്കറികൾ ഓരോന്നും കണ്ടാൽ അവൻ പറയും. ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, എണ്ണാൻ പഠിച്ചു, ഉള്ളത് വെട്ടാനും ഇല്ലാത്തത് നോക്കാനും പഠിച്ചു. വേർതിരിവ് തിരിച്ചറിവ് കുട്ടിയിലേക്ക് എത്തി. അതിനുവേണ്ടി 10 രൂപ ചെലവാക്കിയാലും തെറ്റില്ല. അങ്ങനെ ഒരൊറ്റ വർഷം കൊണ്ട് 4 വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിച്ചാൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് മിനിമം 12 തവണ അവൻ കടയിൽ കയറി ഇറങ്ങുമെങ്കിൽ ആദ്യത്തെ മാസം കഴിഞ്ഞ് പിറ്റേ മാസം എത്തുമ്പോൾ കുട്ടി തന്നെ ഉമ്മ വിളിച്ചു ചോദിക്കും, ഉമ്മ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്ന കടയിൽ പോണ്ടേ എന്ന് കുട്ടി ചോദിക്കും. അപ്പൊ ഉമ്മ വിചാരിക്കും എന്റെ കെട്ടിയോണ്ട് കയറി ചോദിച്ചിട്ടില്ല ഈ ചോദ്യം. മോൻ, എന്റെ കൊച്ചു മോൻ ഇപ്പൊ ചോദിക്കുകയാണ്, 4 വയസ്സുള്ള മോൻ സാധനങ്ങൾ വേണ്ടെന്ന് ചോദിക്കുന്നത്. അവന്റെ ഉദ്ദേശം ഏറ്റവും അവസാനം കിട്ടുന്ന മിഠായിയാണ്. പക്ഷെ ഈ വിഷയത്തിലൊരു താല്പര്യം വരുമ്പോൾ കുട്ടി ഇതെല്ലാം പ്രാക്ടിക്കലായി ഇൻവോൾവ് ചെയ്ത് പഠിക്കുകയാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ കുട്ടി പഠിക്കും. ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ ഒരുപക്ഷെ അത് ഉൾക്കൊള്ളും. അവനെ ഇൻവോൾവ് ചെയ്താൽ, ആ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചാലോ മറക്കാത്തൊരു നോളജാണ്, വിവരമാണ് അവന്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളപ്പെടുന്നത്. അതോടൊപ്പം ദുർവാശി മാറ്റിയാണ്. ഈ ദുർവാശി മാറ്റിയെടുക്കാൻ ഈ ടെക്നിക്, ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ടെക്നിക് ഒരുപാട് ഗുണപ്പെട്ട് കാണുന്നുണ്ട്. മാത്രമല്ല കുട്ടിയിലേക്ക് ഇത്തരത്തിലുള്ള നോളജ് ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്യാൻ, എത്തിക്കാൻ ഈ ഒരു വിഷയം കൊണ്ട് നമുക്ക് പറ്റുന്നുമുണ്ട്. കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് വളരെ കൂലങ്കഷമായി ചിന്തിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആ വിഷയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. അങ്ങനെ കുട്ടികളിലെ ദുർവാശി മാറ്റാനായി ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ നമുക്ക് ഉപകാരപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. അതോടൊപ്പം ദുശീലങ്ങൾ മാറ്റാനും ഒരുപാട് ടെക്നിക്കുകളുണ്ട്. കുട്ടി പിന്നെ എപ്പോ നോക്കിയാലും ഭിത്തി കണ്ടു കഴിഞ്ഞാൽ അത് ഭിത്തിയിൽ കല്ലുകൊണ്ട് വരയ്ക്കുന്നു, പൈസ കണ്ട പൈസയിൽ കുത്തി വരയ്ക്കുന്നു, അനാവശ്യമായി പേനയും പെൻസിലും ഒക്കെ എടുത്ത് തറയെ വൃത്തികേടാക്കുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൈക്കോളജിയിൽ അതിന്റെ ഒക്കെ മെത്തേഡുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളിലൊക്കെ തുടർന്നുള്ള സഹകരണം സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും സൈക്കോളജിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും എന്നും പ്രത്യേകം ഉണർത്തുകയാണ്. മറ്റൊന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതുമായ എല്ലാ വിഷയങ്ങളും അവന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെക്കോർഡിൽ സ്വാലിഹായ അമലായി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.